സമയങ്ങൾ ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കാം. അതിന് അടിസ്ഥാനമായിട്ട് ഇന്ന് രാത്രിയിൽ വായിച്ച തിരുവചനം വളരെ പരിചിതമായ തിരുവെഴുത്താണ്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യം ഒന്നുകൂടെ വായിച്ച് സഹായിച്ചാണ്. അതിന്റെ ശേഷം അബ്രാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായത് എന്തെന്നാൽ, അബ്രാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തിന് മഹത്വം കരേറ്റാം. വേദവാക്യങ്ങൾ ഞങ്ങൾക്കാദായമാവാൻ വേദനാഥനെ നിന്റെ ജ്ഞാനം നൽകുക. വേദനാഥനെ നിന്റെ ഇമ്പമേറിയ നിൻ അൻപുള്ള സ്വരം, ഇമ്പമേറിയ നിൻ അൻപുള്ള സ്വരം മുൻപേ നാടം നോ സദാ കേൾപ്പിക്കണമേ. മുൻപേ നാടം നോ സദാ. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യമാണ്. ഞാൻ സാധാരണ പഴയ പാട്ടുകളാണ് പാടുന്നത്. അപ്പം ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ ഇത് വായിച്ചാൽ ഒക്കത്തില്ല, പിന്നെ രണ്ട് വഴി കൂടെ പോകും. അപ്പം അത് ഒരു അരോചകത്വമാകും. ഇപ്പോഴത്തെ പാട്ടുകളുണ്ട്, അവർക്കത് പറ്റും. അത് അങ്ങനെയുള്ള പാട്ടുകൾ പാടുമ്പോൾ വായിക്കണം കേട്ടോ. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യമാണ്. ഒരിക്കൽ കൂടി വായിക്കാം. അതിന്റെ ശേഷം അബ്രാമിന്റെ ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്നാൽ, അബ്രാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവും ആകുന്നു. വളരെ പരിചിതമായ ഒരു വേദശകലമാണ്. നമുക്കറിയാം, വേദപുസ്തകത്തിലെ ആദ്യ പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം. 50 അധ്യായങ്ങളുണ്ട്. എഴുത്തുകാരെ പറ്റി ചിലർക്ക് തർക്കമുണ്ടെങ്കിലും ഇത് മോശയാൽ എഴുതപ്പെട്ട പഞ്ചഗ്രന്ഥങ്ങളിലെ പ്രാരംഭ പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം. ആ പേര് വരാൻ കാരണം 2-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യത്തിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് ഉൽപ്പത്തി വിവരം. ഒന്ന് വായിച്ചു മോളെ. ഇങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള ചരാചരങ്ങളൊക്കെയും തികഞ്ഞു. ഞാൻ ചെയ്ത പ്രവൃത്തി ഒക്കെയും താൻ ചെയ്ത പ്രവൃത്തി ഒക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിവൃത്തിയായി. താൻ സൃഷ്ടിയുണ്ടാക്കിയ സകല പ്രവൃത്തി നിന്നും അന്ന് നിവൃത്തി ആയതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ചു ശുദ്ധീകരിച്ചു. ഉൽപ്പത്തി വിവരം എന്ന ആ വാക്യം ഒന്ന് വായിച്ചു. യഹോവയായ ദൈവം ഭൂമിയും ആകാശവും സൃഷ്ടിച്ച നാളിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതിന്റെ ഉൽപ്പത്തി വിവരം. അപ്പോൾ അതുകൊണ്ടാണ് ഈ പുസ്തകത്തിന് ഉൽപ്പത്തി എന്ന് പേര് കൊടുത്തേക്കുന്നത്. ഉൽപ്പത്തി വിവരമാണ്. ഇതുപോലെ വളരെ അടുക്കടുക്കായി വിവരപരമായിട്ട് എഴുതിയ വേറൊരു പുസ്തകമില്ല. ഈ ഭൂമി എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു, ആകാശം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു, ചരാചരങ്ങൾ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു, മത്സ്യം എങ്ങനെ ഉണ്ടായി, മൃഗജാലങ്ങൾ എങ്ങനെ ഉണ്ടായി, പർവ്വജാതി എങ്ങനെ ഉണ്ടായി, ഭൂചര കേചര വസ്തുക്കൾ എങ്ങനെ ഉണ്ടായി, നക്ഷത്രം എങ്ങനെ നിർമ്മിക്കപ്പെട്ടു, സൂര്യനെ ചന്ദ്രൻ വലിയ വെളിച്ചം, പകൽ വാഴാനുള്ള വെളിച്ചം, രാത്രി വാഴാനുള്ള വെളിച്ചം, വലിയ വെളിച്ചം, ചെറിയ വെളിച്ചം, നക്ഷത്ര വ്യൂഹങ്ങള്, ഫലമൂലാദികള്, മനുഷ്യനെ സൃഷ്ടിച്ചത്, പൊടികൊണ്ട് നിർമ്മിച്ചത്, ജീവശ്വാസം മൂതിയത്, തക്ക തുണയ ദൈവം കൊടുത്തത്, ഇതിന്റെ എല്ലാം ക്ലിയർ ആയിട്ടുള്ള പുസ്തകമായി വേദപുസ്തകം. മറ്റൊരു പുസ്തകത്തിലും ഇതുപോലെ ക്ലിയർ ആയിട്ടില്ല. നിങ്ങൾ തപ്പുക ഒന്നും വേണ്ട, എങ്ങുമില്ല. മറ്റേ പുസ്തകത്തിലെ കാര്യമൊക്കെ പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടും ഉണ്ടാകും, മനസ്സിലാകാനും ഉൾക്കൊള്ളാനും ബുദ്ധിമുട്ട് വരും.
എന്നാൽ ഈ പുസ്തകത്തിലാണ് ഇത് മുഴുവൻ ക്ലിയർ ആക്കി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഉൽപ്പത്തി വിവരം എന്ന് പറഞ്ഞ എല്ലാത്തിന്റെയും വിവരം ഇതാ. അപ്പൊ ഇത് വായിച്ചാലും വിവരം ഉണ്ടാകും. ഒരു കാലത്ത് നമുക്ക് ഒരു വിവരവും ഇല്ലായിരുന്നു. പിന്നെ ഇത് വായിച്ചത് കൊണ്ടാ ഇച്ചിരിയെങ്കിലും വിവരം നമുക്ക് ലഭിച്ചത്. എന്നിട്ടും പൂർണ്ണമായിട്ടായിട്ടില്ല. എന്തേലും ഇച്ചിരി വിവരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പുസ്തകം എടുത്തത് കൊണ്ടും ഇത് വായിച്ചത് കൊണ്ടും ഇതിനകത്തെ കാര്യം കേൾക്കുന്നത് കൊണ്ടുമാണ് നമുക്ക് വിവരമുള്ളത്. അതാണ് ഉൽപ്പത്തി വിവരം. അപ്പോൾ അതുപോലത്തെ ശ്രേഷ്ഠമായ പുസ്തകമായി ഈ സത്യവേദ പുസ്തകം, ആദ്യ പുസ്തകം ഉൽപ്പത്തി പുസ്തകം, 50 അധ്യായങ്ങളുണ്ട്. ഇതിലെ സിംഹഭാഗവും എന്റെ ഭാഷ പറഞ്ഞ ഒരു കുടുംബചരിത്രമാണ്. കൂടുതൽ അധ്യായത്തിൽ 12-ാം അധ്യായം മുതൽ 50-ാം അധ്യായം വരെ ഒരു കുടുംബത്തിന്റെ ചരിത്രമാണ്. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, യോസേഫ്, 4 തലമുറകളുടെ ചരിത്രം, ഒരു കുടുംബത്തിലെ ചരിത്രമാണ് ഈ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 11 മുതലാണ് ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതെന്തിനാന്ന് ചോദിച്ചാൽ ആ കുടുംബം സത്യദൈവത്തെ അറിഞ്ഞു. അതുകൊണ്ടാണ് ജീവനുള്ള ദൈവത്തെ, സത്യദൈവത്തെ, നിത്യദൈവത്തെ, ഏകദൈവത്തെ, സാക്ഷാൽ ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് അവരുടെ ചരിത്രം നന്നായിട്ട് എഴുതി. ആട്ടെ, ഉൽപ്പത്തി പുസ്തകം എല്ലാത്തിന്റെയും ഉൽപ്പത്തി ആരംഭം അതിനകത്താണ്. ഒടുവിലത്തെ പുസ്തകമാ വെളിപ്പാട് പുസ്തകം. മിക്കതിന്റെ അവസാനം ആ പുസ്തകത്തിലാണ്. ആട്ടെ, ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. നമ്മള് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യമാണ് ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത്. ഒന്നുകൂടെ വായിച്ച് സഹായിച്ചാട്ടെ. അതിന്റെ ശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്നാൽ, അബ്രാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവും ആകുന്നു, ദൈവത്തിനും ആകുന്നു. 5 ദിവസം കൊണ്ട് ഭൂചര വസ്തുക്കളെ മുഴുവൻ ദൈവം സൃഷ്ടി ചെയ്ത തദനന്തരം 6-ാമത്തെ ദിവസത്തിൽ അവിടുത്തെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചു. മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി. തനിയെ ഇരിക്കുന്ന ആദമിന് തക്ക തുണ കൊടുക്കാൻ വേണ്ടി സർവജ്ഞനായ ദൈവം ആദമിന് ഗാഠനിദ്ര, ദീർഘനിദ്ര വരുത്തി ആദമിന്റെ പാർശ്വഭാഗത്ത് നിന്ന് ഒരു വാരിയിലെടുത്ത് ഹവ്വായെ സൃഷ്ടിച്ചു തക്ക തുണയെ ഒരുക്കി. 2 പേരും ജീവിതം ആരംഭിച്ചു. ഒടുവിൽ ഇവരെ പാപത്തിലകപ്പെട്ടു. തോട്ടത്തിൽ പാമ്പ് കയറി പാപം ചെയ്യിപ്പിച്ചു, ചതിച്ചു, വഞ്ചിച്ചു. അങ്ങനെ പാപത്താൽ അധപ്പതിച്ച ഇവരെ തോട്ടത്തിന് വെളിയിലാക്കി. അങ്ങനെ ആദമും ഹവ്വയും, നമുക്കറിയാം, വേദപുസ്തകം വായിക്കുന്നവർക്കറിയാം, തോട്ടത്തിന് വെളിയിലായി ജീവിതം തുടർന്നു. തലമുറയുണ്ടായി. കയ്യിന്, പിന്നീട് ഹാബേല്. കയ്യൻ ഹാബേലിനെ കൊന്നു. കയ്യൻ കിഴക്കോട്ട് യാത്രയായി. ഹാബേലിന് പകരം ദൈവം ആദമിന് ഒരു തലമുറയെ കൊടുത്തു, ശേത്ത്. ശേത്തിന് ഒരു മകൻ ജനിച്ചു, ഏനോശ്. നാം ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന്റെ ഒടുവിൽ വായിക്കുന്നത്, അക്കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങിയെന്ന വായിച്ചു. 5-ന്റെ ആ മേളിലത്തെ ചെറിയ കണ്ണിക 4-ന്റെ ഒടുവില് ശേത്തിന് ഒരു മകൻ ജനിച്ചു. അവന് ഏനോശ് എന്ന് പേര്. അക്കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് ആരും ആരാധിച്ചില്ലെന്നല്ല. ഹാബേലും ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിച്ച ആളാ. എന്നാൽ അന്നൊക്കെ കുടുംബമായി വ്യക്തിപരമായിട്ടൊക്കെ ആരാധിച്ചു. എന്നാൽ കൂട്ടമായിട്ട് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയത് ഏനോശിന്റെ കാലത്താണ്. പിന്നെ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ വംശ പരമ്പരയെ പറ്റി കാണുകയാണ്. ആദാം, ശേത്ത്, ഏനോശ്, കേനാന്, മഗലലേൽ, യാരദ്, മധൂശലേഖ്, ഹാനോക്ക്, മധൂശലേഖ്, ലാമക്ക്, നോഹ. അങ്ങനെ 10 തലമുറ. ആദാം മുതല് നോഹ വരെ 10 തലമുറ. നോഹയുടെ കാലത്താണ് ജലപ്രളയം. നമുക്കറിയാം, ഈ ഭൂമി അതിക്രമം കൊണ്ടും പാപം കൊണ്ടും ക്രമക്കേട് കൊണ്ടും നിറഞ്ഞപ്പോൾ ഈ ഭൂമിയെ ദൈവം ന്യായം വിധിക്കുക വെള്ളത്താൽ. നിങ്ങൾക്ക് ആ ഭാഗമൊക്കെ നന്നായിട്ട് അറിയാം. ജലപ്രളയത്താൽ ഭൂമിയെ ദൈവം ന്യായം വിധിക്കുന്നു.
അപ്പോൾ ദൈവം ഒരു പ്രമാണം കൊടുത്തു. ആ ന്യായവതിയിൽ ഈ ജലപ്രളയത്തിൽ മുങ്ങിത്താണ് വെള്ളം കുടിച്ച് ചത്ത് നശിക്കാതിരിക്കാൻ ഒരു മാർഗം ദൈവം ഒരുക്കി. ഒരു പെട്ടകം ഉണ്ടാക്കും, ആ പെട്ടകത്തിനകത്ത് കയറണം. 300 മുഴം നീളവും 50 മുഴം വീതിയും 30 മുഴം ഉയരവും ഒരു വാതിലും 3 തട്ടും പല കോഷ്ടങ്ങളുമായിട്ട് ഒരു പെട്ടകം, ഒരു തരി നിർമ്മിക്കണം. ഗോഫേർമരം കൊണ്ട്. അതിനുള്ള സാധന സാമഗ്രികളെ കണക്ക് കാര്യമെല്ലാം ദൈവം നോഹയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തു. നോഹ ദൈവം പറഞ്ഞതുപോലെ തന്നെ പെട്ടകമുണ്ടാക്കി. പകല് പ്രസംഗിക്കും, വെള്ളപ്പൊക്കം വരുന്നുണ്ട്, വെള്ളം കുടിച്ച് ആകരുത്, അതിന് പോകുമ്പോഴേയും പറഞ്ഞു കൊടുത്തു, ഇവിടെ ഒരു പെട്ടകം ഉണ്ടാക്കുന്നുണ്ട്, കയറി രക്ഷപ്പെട്ടോണം. എല്ലാവരും ഒന്നും ഇത് ശ്രദ്ധിച്ചില്ല, അംഗീകരിച്ചില്ല, അതിനെ ഉൾക്കൊണ്ടില്ല. ആൾക്കാരെ കളിയാക്കി, പുള്ളിയെ പരിഹസിച്ചു. കാരണം അന്ന് വെള്ളപ്പൊക്കം എന്നാന്ന് അറിയത്തില്ല, മഴയില്ല, മഞ്ഞുകൊണ്ടാ ഭൂമി നനയുന്നത്. അപ്പൊ ഇത് എങ്ങനെയാ, ഇത് വെള്ളപ്പൊക്കം ഏത് വിധമാ, എങ്ങനെയാ, ഒന്നും ആർക്കും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ആ സമയത്ത് ആ പുള്ളി ഈ കാര്യമൊക്കെ വിളിച്ചു പോകുന്നത്, വെള്ളപ്പൊക്കം വരുന്നത്. ഇന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ഉപദേശിമാരോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞാൽ കൊച്ചു പിള്ളേര് ഗൂഗിളിൽ അടിച്ചു നോക്കും. അത് അങ്ങനെ തന്നെയാണ്, അവിടെ ഇരുന്നുകൊണ്ട് അടിക്കും. അടിച്ചു വെച്ച ശരിയാണെങ്കിലും അവന്മാര് പറയും പൊട്ടത്തരവാ നമ്മൾ പറയുന്നത്. അത് ഇപ്പൊ തന്നെ അറിയാം. അതുകൊണ്ട് ഞാനും പറയാറുണ്ട്, നമ്മൾ പ്രസംഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം. അറിയാത്ത കാര്യം പറയാതിരിക്കുന്നതാണ് നല്ലത്. കൊച്ചുങ്ങൾ ആക്ഷേപിക്കും, അറിയാവുന്ന കാര്യം അങ്ങ് പറഞ്ഞേക്കണം. അപ്പൊ അന്ന് നോഹ ഇത് പ്രസംഗിക്കുമ്പം ഗൂഗിളിൽ ഒന്നും അടിക്കാനൊക്കത്തില്ല, ഒന്നുമില്ല. പുള്ളി വിശ്വാസത്താൽ പ്രസംഗിക്കുക, വിശ്വാസത്താലാ പ്രസംഗിക്കുന്നത്. വെള്ളപ്പൊക്കം വരും, വെള്ളം പൊങ്ങുന്നത് എങ്ങനെ, മഴ എങ്ങനെയാണെന്നോ ഇതെങ്ങനെയാ പെയ്യുന്നെന്നോ ആർക്കും അറിയത്തില്ല, കണ്ടിട്ടുമില്ല, ഒരു മനുഷ്യന് പോലും അറിയത്തില്ല. നോഹയും കണ്ടിട്ടില്ല. കാണാത്തവയെ പറ്റി പ്രസംഗിക്കുക. നമ്മള് കണ്ടത് തന്നെ പ്രസംഗിച്ചിട്ട് നമുക്ക് വിശ്വാസമില്ല, പ്രസംഗമോട്ട് ഒക്കുന്നുമില്ല. നോഹ കാണാത്തതിനെ പറ്റി വിശ്വാസത്താൽ പ്രസംഗിച്ചു. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നോഹയെ പറ്റി അങ്ങനെയാണല്ലോ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 6-ാം വാക്യമല്ലയോ മോളെ, വായിച്ചോ. വായിച്ചു. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് ഇതുവരെ കണ്ടിട്ടില്ല, കാണാത്ത കാര്യമായി പ്രസംഗിക്കുന്നത്. നമ്മള് കണ്ടത് തന്നെ തീർത്ത് പറയുന്നില്ല, ഇല്ല, നമുക്ക് അത് തന്നെ വിശ്വാസം ഇല്ല. നേർക്ക് നേരെ രോഗശാന്തി നടക്കുന്ന കണ്ട്, എന്നിട്ട് നമുക്ക് ഡൗട്ടാണ്, മരുന്ന് എടുത്തായിരിക്കും, അല്ലെ നേരത്തെ എടുത്ത മരുന്നിന്റെ എഫക്റ്റ് ആയിരിക്കും, അല്ലേ? കണ്ടത് തന്നെ നമുക്ക് വലിയ വിശ്വാസമില്ലാതായിരിക്കുന്നത്. നോഹ കാണാത്തവയെ പറ്റിയാ പ്രസംഗിച്ചത്. ഒന്നുകൂടെ വായിച്ചോ, 7-ാം വാക്യം. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായി. ദൈവം അരുളപ്പാട് കൊടുത്തു. അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു. എങ്ങനുണ്ട്? അപ്പം ഭയവും ഭക്തിയും കൂടെ ചേർത്താ ഈ പണി നടത്തുന്നത്. ശുശ്രൂഷയും അതാ, പെട്ടകത്തിന്റെ പണി അങ്ങനെ ഭയവും ഭക്തി. കുഞ്ഞുങ്ങളെ ഉഴപ്പി അലക്ഷ്യമായിട്ടൊന്നുമല്ല. നമ്മൾ ഈ ശുശ്രൂഷ ചെയ്യുന്നത് ഭയത്തോടും ഭക്തിയോടുമാണ്. അലസരായിട്ട് ഉദാസീനതയോടെ ലാഘവ ബുദ്ധിയോടെ ഇത് ചെയ്യരുത്. വളരെ ഭക്തിയോടും ഭയത്തോടും. അങ്ങനെ നോഹ പ്രസംഗിച്ചു. ദൈവത്തിന് മഹത്വം. എല്ലാവരും ഒന്നും ഉൾക്കൊണ്ടില്ല, കുടുംബം രക്ഷപ്പെട്ടു. ആൾക്കാരെല്ലാം നോഹയെ പരിഹസിച്ച് കളിയാക്കി. സാറ് ഒരു വരി കൊടുത്തിരിക്കുന്നത്, ഭോഷനാണ് ഇയാൾ, അയ്യോ തലയിൽ സ്ക്രൂ അയഞ്ഞെന്ന, പുള്ളിയുടെ തലയുടെ സ്ക്രൂ അയഞ്ഞെന്ന പിള്ളേര്. അതൊരു വരിയുണ്ട്, തന്തതള്ളമാരുടെ ചൊൽവളിക്ക് അടങ്ങാത്ത ചന്തപ്പിള്ളേരുണ്ട് ഒട്ടേറെ മുറവിളി കൂട്ടിയെന്ന. തന്തതള്ളമാരുടെ ചൊൽവിളിക്ക് അടങ്ങാത്ത ചന്തപ്പിള്ളേര്, എന്റെ ഭാഷയല്ല, കവി എഴുതി വെച്ചിരിക്കുന്നതാണ്. ചന്തപ്പിള്ളേര് നോഹയെ കളിയാക്കി. അവര് പറഞ്ഞെന്ന്, ഭോഷനാണ് ഇയാൾ, അയ്യോ തലകിന് സ്ക്രൂ അയഞ്ഞ് നട്ടുച്ചയ്ക്ക് അർദ്ധരാത്രി വരുമെന്ന് ഈ പൊട്ടനല്ലാതെ വല്ലവരും പറയുമെന്ന്. എന്നിട്ട് കൊച്ചുങ്ങൾ പറയാ, ഉറക്കക്കുറവ് മൂലം വന്ന കറക്കമാണ്, അതുകൊണ്ട് 1-2 ആവർത്തി എണ്ണ തേച്ച് കുളിച്ചാൽ ചറപറ പറയുന്നത് മാറുമെന്ന്. പുള്ളിക്ക് ഉറക്കം കുറഞ്ഞതിന്റെ വട്ട
ഉറക്കക്കുറവ് മൂലം വന്ന കറക്കമാണ്. അതുകൊണ്ട് 1-2 ആവർത്തി എണ്ണ തേച്ചു കുളിച്ചാൽ ചറപറ പറയുന്നത് മാറും. കണ്ടമർത്തിയരോടെല്ലാം മുങ്ങിച്ചാകുമെന്ന് ഇയാൾ തൊണ്ട വീണ്ട് ഉളഞ്ഞാൽ ഉണ്ടാമോ ജലപ്ലാവം. മണ്ടയിൽ തലച്ചോറ് വേണ്ടേ മനുഷ്യനായാൽ കുണ്ടാവണ്ടി വലുത് ഉണ്ടാകും മിണ്ടാതിരിയുന്നു. അപ്പം ആൾക്കാരെല്ലാം ഇങ്ങനെ കളിയാക്ക പരിഹസിക്കുക. ഹാസ്യമാ ചരൽക്കല്ല് വാരി എറിഞ്ഞെന്ന ഹാസ്യമാകുന്ന ചരൽക്കല്ല് വാരി എറിഞ്ഞു. ഇതൊന്നും നോഗയ്ക്ക് വിഷയമല്ല. ഒരു കാര്യം ദൈവം നിന്നെ പരിഹസിക്കും, ആക്ഷേപിക്കും, അധിക്ഷേപിക്കും, നിന്ദിക്കും, സ്തോത്രം ദൂഷിക്കും, ഒറ്റപ്പെടുത്തും, ഉപദ്രവിക്കും, എല്ലാവരോടും ചേർന്ന് നിന്നെ മർദ്ദിക്കും. ഒന്നും ചഞ്ചലിക്കരുത്. സ്തോത്രം. ഒന്നും നിരാശപ്പെടരുത്. ദൈവത്തിന് മഹത്വം. തകർന്നും പോകരുത്. ദൈവം പറഞ്ഞതാണെങ്കിൽ ദൈവം അത് നിറവേറ്റും. അപ്പൊ ഇങ്ങനെ നോഹ പ്രസംഗിച്ചു. എല്ലാവരും ഒന്നും രക്ഷപ്പെട്ടില്ലെങ്കിലും തന്റെ കുടുംബം രക്ഷപ്പെട്ടു. നോഹിന്റെ ഭാര്യയും 3 ആൺപിള്ളേര്, അവരുടെ ഭാര്യമാർ. അങ്ങനെ 3, 3, 6, 2, 8. പത്രോസ് ഇത് ക്ലിയർ ആക്കി. ആ പെട്ടകത്തിൽ അല്പജന 8 പേര് വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. അതും സ്നാനത്തിനൊരു മുൻകുറി. അപ്പൊ അന്ന് മുതലേ സ്നാനം ഉള്ളതാണ്. അല്ല കുക്കുസായിപ്പ് വന്ന് കണ്ടുപിടിച്ചതല്ല. ചിലര് ധരിക്കുന്നത് കുക്കുസായിപ്പ് ഇവിടെ കുക്കിന് മുമ്പേ നോയൽ വന്നു. നോയൽ സാഹിബും കുക്ക് സാഹിബും കൂടെ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാ എല്ലാത്തിനും പിടിച്ച് വെള്ളത്തിൽ മുക്കുന്നത്. അല്ലല്ല, ഇത് ഉൽപ്പത്തി 6-ാം അധ്യായം മുതലേ ഉള്ളതാണ്. സ്തോത്രം. അപ്പോൾ സ്നാനം വന്ന മുതലേ ഉള്ളതാ. വെള്ളത്തിൽ കൂടി രക്ഷ. എന്തായാലും കൊള്ളാം. എല്ലാവരും രക്ഷപ്പെട്ടില്ല. തന്റെ കുടുംബം രക്ഷപ്പെട്ടു. പിന്നെ മൃഗജാതിയും ഇഴജാതിയും പറവജാതിയും ഈ പെട്ടകത്തിനകത്ത് കയറി. എല്ലാം ഞാൻ വിവരിക്കുന്നില്ല. മനുഷ്യജാതിയിൽ 8 പേര് മാത്രം. അപ്പോൾ 4-ാം അധ്യായത്തിന്റെ ഒടുവിലെ ഒരു പദമുണ്ട്. നമ്മൾ മുമ്പേ വായിച്ചല്ലോ. അക്കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. നിങ്ങൾ ഒന്ന് അനുവദിക്കുകയാണെങ്കിൽ എനിക്ക് ഈ നടുവിന് നല്ല വേദന, ഞരമ്പിന് നല്ല, ഞാനൊന്ന് ഇരുന്നോട്ടെ. ഇരുന്നോട്ടെ, ഒന്ന് ഇരുന്ന് സംസാരിച്ചോട്ടെ. ഇരുന്നാന്തലും നിന്നാന്തലും ഞാൻ പറയുന്നതേ പറയുള്ളൂ. പണ്ടൊരു ഉപദേശി പറഞ്ഞ് ഞാൻ ഇരുന്ന് പ്രസംഗിക്കാന്ന് പറഞ്ഞു. വിശ്വാസം പറഞ്ഞ് കിടന്നുകൊണ്ട് കേട്ടോളാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നോഹ പ്രസംഗിച്ചു. എല്ലാവരും ഒന്നും ശ്രദ്ധിച്ചില്ല. കുടുംബം രക്ഷപ്പെട്ടു. അവര് പെട്ടകത്തിനകത്ത് കയറി. മൃഗജാതിയും ഇടജാതിയും പറവജാതിയും ഇതിനകത്ത് കയറി. ഒരു ജാതി മാത്രം കയറിയില്ല. ഏതാണ്? ഒരു ജാതി മാത്രം കയറിയില്ലെന്ന്. മനുഷ്യാതിയല്ലേ 8 ഉറക്കെ പറ. ജലജാതി. വെള്ളത്തിലുള്ളതൊന്നും ഇതിനകത്തോട്ട് കയറില്ല. എല്ലാം വെള്ളത്തിലുള്ളതല്ലേ, വെള്ളമല്ലേ പൊങ്ങാൻ പോകുന്നേ. അതുങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. ജലജാതിക്ക് അങ്ങ് മനസ്സിലായി വെള്ളം പൊങ്ങാൻ പോവാ, നമുക്കൊന്നുകൂടെ സുഖമാണ്. അപ്പൊ ജലജാതി ഒഴിച്ച് ബാക്കി മുഴുവൻ ജാതിയും ഇതിനകത്ത് കയറി. ഒരു വരി ഇങ്ങനുണ്ട്. നോഹിന്റെ തനയരാം യാപത്തും ക്ഷേമം ഹാമും മോഹനഗാത്രികളാം അവർ തൻ ഭാര്യമാരും നോകും നോഹിന്റെ പക്കിനിയും വീടിന് കാവൽ നിൽക്കും കുക്കുരം പട്ടി. വീടിന് കാവൽ നിൽക്കുന്ന പട്ടി ഇതിനകത്ത് കയറി. പാപ്പച്ചൻ കയറിയില്ല. മനസ്സിലായില്ല? പാപ്പച്ചന്റെ പട്ടി ഇതിനകത്ത് കയറി. പാപ്പച്ചൻ ഇപ്പോഴും പാരമ്പര്യം പറഞ്ഞ് നിൽക്കുക, ഞങ്ങൾ പഴയ ആൾക്കാരാ, കയറത്തില്ല. പാപ്പച്ച പട്ടി ഇതിനകത്ത് കയറി. പട്ടി കയറി ബാബുവിനെ വിളിക്കുക, ബാവു വരാൻ. എന്നാലും ബാവു വരികയില്ല. അപ്പം വീടിന് കാവൽ നിൽക്കും കുക്കുരം ഇതിനകത്ത് കയറി. പെട്ടകത്തിനകത്ത് ഒരു വാതിലേ ഉള്ളു. ആ വാതിലിൽ കൂടെ കയറണം. വീടിന് കാവൽ നിൽക്കും കുക്കുരം മാർജരങ്ങൾ ആടുമാടുകൾ കന്നുകാലികൾ ഇത്യാദിയും കാട്ടിലെ മൃഗങ്ങളാ കേസരി ഇതിനകത്ത് കയറി. കാട്ടിലെ മൃഗങ്ങളാ കേസരി ദന്താവളം ആന. ഇപ്പം സിംഹ ഇതിനകത്ത് കയറി. ആനയും വന്ന് ഇതിനകത്ത് അരിക്കൊമ്പം വരെ ഇതിനകത്ത് കയറി. അവറാജൻ ഇതുവരെ കയറിയിട്ടില്ല. അവറാജൻ പിന്നെയും പാരമ്പര്യവും പഴയ പുരാണമെല്ലാം പറഞ്ഞ് നിൽക്കുക. തോമാസ്ലിക വന്നപ്പോ ഞങ്ങൾ ഉണ്ടായിരുന്നു. കാട്ടിലെ മൃഗങ്ങളാ കേസരി ദന്താവളം കാട്ടുപോത്ത് ഇതിനകത്ത് കയറി. കാട്ടുപോത്തുക്കൾ കരിമ്പുലി കയറി.
കാട്ടുപോത്തുക്കൾ കരിമ്പുലി കോലവും ശാർദൂല ശീലമ പുള്ളിപ്പുലിജാലവും അർത്യമർത്യ രൂപികൾ തുള്ളിയോടിടും പുള്ളിമാനോടും മുള്ളം പന്നി വള്ളിമേ കമ്പക്കളി നടത്തും കരിമന്തി വരെ ഇതിനകത്ത് അറിയാച്ചൻ കയറിയില്ല ഇതുവരെ. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ചുരുക്കി പറഞ്ഞാൽ കയറേണ്ടതല്ല ഇതിനകത്ത് കയറി. എല്ലാം ഞാൻ ചൊല്ലുന്നില്ല. തത്തകൾ, പലതരം ഞാറകൾ, കുളക്കോഴി, നത്തോട്, പൊന്മാൻ, മരം കൊത്തിയും വേഴാമ്പലും ഇത്യാദി പക്ഷികൾ ഇതര ജീവി വർഗവും ഒക്കെയും പോതം പെട്ടകം. ചുരുക്കി പറഞ്ഞാൽ ഇതുങ്ങളെല്ലാം പെട്ടകത്ത് കയറി. അനുസരണക്കേട് കാണിച്ച മനുഷ്യൻ മാത്രം 8 പേരൊഴികെ ബാക്കി മുഴുവൻ കയറിയില്ല. സമയമായപ്പോൾ ദൈവം വന്ന് വാതിലങ്ങ് അടച്ചു. ഈ ദൈവം അടച്ച എന്തിനാന്ന് ചോദിച്ചാൽ, നോഹ അടയ്ക്കാന്ന് അളിയൻ വന്ന് മുട്ടുമ്പോ തുറക്കും. അളിയാ തുറക്കളിയാ, ഞാൻ ഇച്ചിരി ലേറ്റായി പോയതേ. ഈ അകത്തിരിക്കുന്ന അളിയൻ തുറക്കുകയും ചെയ്യും. തുറക്കും. അല്ലെ പെങ്ങൾ പറയും, നിങ്ങൾക്ക് അവനെ കയറ്റാൻ പറ്റില്ല, നിങ്ങൾക്ക് അല്ലാത്തന്നെ അല്ല പന്നിയെ വരെ നിങ്ങൾക്ക് കയറ്റാൻ, എൻ്റെ ആങ്ങളെ നിങ്ങൾക്ക് എവളടയും ഇല്ലേ? ഇപ്പൊ എല്ലാം ഇങ്ങനെ തലയെ തൊണ്ണിട്ട് ഗ്ലോറി എന്നൊക്കെ പറഞ്ഞിരിക്കുക. വലിയ താരങ്ങളാണ്. പമ്മി ഇരിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ പറയുകയല്ലേ, നിങ്ങൾക്ക് പന്നിയും പട്ടിയെ ഇതിനകത്ത് കയറ്റാൻ എൻ്റെ ആങ്ങളെ വന്ന് മുട്ടിയിട്ട് നിങ്ങൾ കയറ്റുന്നില്ല, അല്ലെ ഞാനെടുത്ത് ആടും. പിന്നെ രണ്ടിലൊന്നറിഞ്ഞ ഞാൻ പ്രശ്നം ഉണ്ടാക്കും. പിന്നെ നമ്മളൊക്കെ ആരാ പുള്ളിക്കാര്? ഇപ്പം പിന്നെ ഉപവാസം പ്രാർത്ഥനയാണ്ട് ഗ്ലോറി കാൽവറി എന്നും പറഞ്ഞ് കണ്ണുമൊക്കെ മേലോട്ടാക്കിയിരിക്കുന്നല്ലേ ഉള്ളൂ. നല്ല ആൾക്കാരാ. അതുകൊണ്ട് ദൈവം വന്ന് വാതിലങ്ങ് അടച്ചു. ദൈവം അടച്ചാൽ ആരും തുറക്കത്തില്ല, ദൈവം തുറന്നാൽ ആരും അടക്കത്തുമില്ല. കൃപയുടെ വാതിലിതാ പൂട്ടുവാൻ തുടങ്ങുന്നേ, കൃപയുടെ വാതിലിതാ പൂട്ടുവാൻ തുടങ്ങുന്നേ. സോദരരെ ഓടി വന്നാൽ നിങ്ങൾക്കും പ്രവേശിക്കാം. സോദരരെ കൃപയുടെ വാതിലിതാ പൂട്ടുവാൻ തുടങ്ങുന്നേ, കൃപയുടെ പൂട്ടുവാൻ തുടങ്ങുന്നേ. സോദരരെ ഓടി വന്നാൽ പ്രവേശിക്കാം. സോദരരെ ലോകമായ കപ്പലിത താഴുവാൻ തുടങ്ങുന്നേ, ലോകമായ കപ്പലിത പ്രവേശിക്കാം. മതി, എന്നാലും നിങ്ങളെ സഹായിച്ചല്ലോ. അപ്പൊ ശ്രദ്ധിക്കുക. ഞാൻ പറയാനിരിക്കുകയായിരുന്നു. വളരെ നല്ലത്. വെള്ളം ഇങ്ങോട്ട് വെച്ച് വളരെ നന്നായിരിക്കുന്നു. താങ്ക് യു. ഇന്നത്തേക്ക് നിങ്ങൾ എന്നെ ഒന്ന് സഹിക്കണേ. ഇരുന്നോ, കാലിന് നല്ല വേദനയുള്ളത് കൊണ്ട് കുഴപ്പമില്ലല്ലോ. അപ്പൊ ശ്രദ്ധിക്കുക. ദൈവം വന്ന് വാതിലങ്ങ് അടച്ചു. ഞാൻ പ്രാരംഭത്തിൽ സുവിശേഷമായിട്ട് അല്പം പറയുന്നത്, കർത്താവിന്റെ ദാസൻ പറഞ്ഞു പല രീതിയിലുള്ളവര് ഇവിടെ വരുന്നുണ്ട്, ഇത് സുവിശേഷ യോഗം കൂടാന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇതുവരെ രക്ഷിക്കപ്പെടാത്തവരുണ്ടെങ്കിൽ അവരുടെ ഒരു അനുഗ്രഹത്തിനും കൂടെ ആകട്ടെ. സ്തോത്രം. ഇരിപ്പ് കണ്ടിട്ടെല്ലാം പെന്തിക്കോസാന്നാ എനിക്ക് തോന്നുന്നേ. സ്തോത്രം. കാരണം എനിക്ക് കുറച്ച് വർഷമായിട്ട് ഇതിനകത്ത് പരിചയിച്ചത് കൊണ്ട് ഇരിപ്പ് കാണുമ്പോൾ അറിയാം. ഇത് എനിക്ക് 99% പെന്തിക്കോസുകാരാ. അതെ അതെ, ആരേലും ഒരാളുണ്ടെങ്കിൽ അവരുടെ അനുഗ്രഹത്തിന്. അപ്പൊ എന്തായാലും ഒരു കാര്യം പറയാം, ദൈവം വന്ന് ഇതിന്റെ വാതിലങ്ങ് അടച്ചു. പെട്ടകം ഉണ്ടാക്കിയ പണികാരൻ വന്ന് കൊട്ടി, തുറക്കാനൊക്കത്തില്ല, പുള്ളി അടച്ചതാ. എല്ലാരും വന്ന് മുട്ടുക. അപ്പം ഈ അല്പം കഴിഞ്ഞപ്പം ദൈവം തമ്പുരാൻ മേളിലത്തെ ഉറവേയും താഴത്തെ ഉറവേയും തുറന്നു. ഈ പെട്ടകം ഉണ്ടാക്കിയ പുള്ളി സ്കെച്ചും പ്ലാനും ഒക്കെ പിടിച്ച പുള്ളിയുടെ കാല് നനയുന്നു. പുള്ളി നോക്കുമ്പം പയ്യ മണ്ണ് നനയുന്നു, ആകെ പരുവക്കേട്. ഇങ്ങോട്ട് മാറിയപ്പോ അവിടെയും പദപതാന്ന്. ചുരുക്കി പറഞ്ഞാൽ നിന്നിടമെല്ലാം നനയാൻ തുടങ്ങി. അപ്പം മേളിൽ നിന്നും വരുന്നു, താഴേന്ന് ഉറവ. ദൈവം അങ്ങ് തുറന്നു.
നിലത്ത് നിന്നവൻ തിണ്ണേ കയറി, തിണ്ണേ കയറിയവൻ തട്ടേ കയറി, തട്ടേ കയറിയവൻ മണ്ടേ കയറി, മണ്ടേ കയറിയവൻ മലയെ കയറി, മലയെ കയറി കഴിഞ്ഞപ്പോൾ പിന്നെയും വെള്ളം പൊങ്ങി. ഞാനതെല്ലാം ചൊല്ലുന്നില്ല, അത് നല്ല അടുക്കടുക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. സ്തോത്രം. ചുരുക്കി പറഞ്ഞാൽ ദൈവം ഉറവയങ്ങ് തുറന്നു. ഒരു കാര്യം പറഞ്ഞ ആ ഭാഗം അങ്ങ് വിട്ടേക്കാം. നിങ്ങൾ ആ 4-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യത്തിൽ ഇങ്ങനെ കണ്ടത്, കയീൻ കൊന്ന ഹാബേലിന് പകരം ദൈവം എനിക്കൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞ് അവന് ശേത്ത് എന്ന് പേരിട്ടു. ശേത്തിന് ഒരു മകൻ ജനിച്ചു, ഏനോശ്. അക്കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. അപ്പം ഏനോഷിന്റെ കാലത്ത് ആരാധന തുടങ്ങി. നമ്മുടെ ആൾക്കാരൊക്കെ പറയല്ലേ, ഒരു പുതിയ ആരാധന ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. എവിടാ? അടിമാലി ടൗണിലെ പുതിയ ആരാധന സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ വേറൊരാൾ പറഞ്ഞു ഞങ്ങൾ ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്തു. എവിടാ? ആനവരട്ടിയില്. ആനവരട്ടി ഞങ്ങൾ ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്തു. അപ്പം വേറൊരാൾ പറഞ്ഞു ഞങ്ങൾ കുഞ്ചിത്തണ്ടിയിൽ ഒരെണ്ണം. എല്ലായിടത്തും അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക. ഒരാൾ പറഞ്ഞു ഞങ്ങൾ വെള്ളത്തൂവലിൽ ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്തു. അപ്പം വേറൊരാൾ പറഞ്ഞു ഇരുമ്പ് പാലത്ത് വീണ്ടും ഒരെണ്ണം കൂടെ. എല്ലായിടത്തും അങ്ങ് ഇഞ്ചൻ സ്റ്റാർട്ട് ചെയ്യുമ്പോല നല്ലതാ. നമ്മുടെ പെന്തിക്കോസിന്റെ കുഴപ്പമാണെന്ന് ഞാൻ പറയുന്നില്ല. ഒരു ഓർഗണും 2 പെണ്ണുങ്ങളും കൊണ്ട് ഒരു സഭ തുടങ്ങാം. ശബ്ദമുള്ളൊരു ഉപദേശി. കുറ്റമല്ലേ പറഞ്ഞത്? തുടങ്ങാം. ഇതിപ്പം പുള്ളിയുടെ നാമത്തിലായതുകൊണ്ട് ആർക്ക് വേണേലും തുടങ്ങാം. പിന്നെ ചോദിക്കുന്നില്ലല്ലോ എന്തിനാ ഇപ്പൊ തുടങ്ങുന്നു, എന്നോട് ആര് പറഞ്ഞു തുടങ്ങാൻ. അതേസമയം അല്ലാതെ ഒരാളുടെ പേരിലൊന്നും തുടങ്ങിയ ചോദ്യം വരും ഇല്ലേ? കേരള ഗവൺമെന്റിന്റെ പേരിൽ ഒരു കാര്യം തുടങ്ങിക്കുക, ചോദ്യം വരികയല്ലേ? ചോദ്യം വരും. ഇന്ത്യ ഗവൺമെന്റിന്റെ പേരിൽ എന്തെങ്കിലും തുടങ്ങിയ ചോദ്യം വരും. ഇതാ അവിടുത്തെ ആയതുകൊണ്ട് ആരും ചോദിക്കാനും ഇല്ല. എപ്പോ വേണേലും പുള്ളി ഇപ്പം നേരിട്ട് വന്ന് ചോദിക്കുമോ നീ എന്തിനാ ഇപ്പം അടിമാലിൽ തുടങ്ങിയെന്ന് ചോദിക്കുമോ? ചോദിക്കത്തില്ല. അപ്പോൾ യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. അപ്പൊ എന്റെ ഭാഷ പറഞ്ഞാൽ എല്ലാവരും ആരാധിക്കാൻ തുടങ്ങി. എല്ലാവരും ആരാധനയാണ്. ഭയങ്കര ആരാധന, വർഷിപ്പ്, പ്രൈസ് ആൻഡ് വർഷിപ്പ്, പവർ മീറ്റിംഗ്, പവർ കോൺഫറൻസ്, തീമഴ, അഗ്നിമഴ, കൽമഴ, പെരുമഴ. അങ്ങനെ അതിന്റെ ഇപ്പോഴത്തെ നോട്ടീസൊക്കെ നിങ്ങൾ സുവിശേഷ യോഗം എന്നുള്ള നോട്ടീസ് വളരെ വിരളമാണ്. ആ പേര് വെച്ചുള്ള നോട്ടീസ് വളരെ വിരളം. ഡുനാമീസ്, അങ്ങനെയുള്ള പേരുകൾ. ഡുനാമീസ്, ഫയർ. ഈ അടുത്ത സമയത്ത് എവിടെയാണോ യാത്ര ചെയ്തപ്പം പോസ്റ്റർ കണ്ടതാണ്. ഞാൻ അന്നേരം ഓർമ്മ വന്നതാ. അഗ്നിസ്പർശം, അത്രേ ഉള്ളൂ. അഗ്നിസ്പർശം യോഗത്തിന്റെ ഹെഡിങ്ങാണ്. അഗ്നിസ്പർശം. അപ്പൊ ഇങ്ങനെയുള്ള പല പേരുകളാ. എല്ലായിടത്തും ആരാധന, എല്ലാവരും ആരാധിക്കുക. നല്ലതാ, ഞാനതിന് എതിർക്കുന്നില്ല. എല്ലാവരോടും സുവിശേഷം പറയണം, ഏത് സമയത്തും പറയണം, എവിടെയും പറയണം. അതാണല്ലോ പ്രമാണം. എല്ലായിടത്തും ആരാധന. ഏനോശിന്റെ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി തുടങ്ങി തുടങ്ങി. എല്ലാവരും ആരാധിക്കുക, നല്ല കാര്യം. പക്ഷെ ഒരു കാര്യം പറയട്ടെ, രക്ഷപ്പെട്ടത് എത്ര പേരാ? പെട്ടകത്തിൽ കൂടെ 8 പേര്. ഈ ആരാധിച്ചവരല്ല എന്ത് ചെയ്യേ? ഏനോശിന്റെ കാലത്ത് യഹോവയുടെ നാമത്തിൽ ആരാധന തുടങ്ങിയല്ലോ. 100 കണക്കിന്, 1000 ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഭൂമിയിൽ. നോഹയുടെ കാലം വന്നപ്പോഴേ 6:1 വായിച്ചേ. മനുഷ്യർ ഭൂമിയിൽ പെരുകി തുടങ്ങിയെന്നാ. അല്ല 1-2 മുക്കിന് മൂലയ്ക്ക് ഇരിക്കുകയല്ല, പെരുകി. ഭൂമിയിൽ അങ്ങ് പെരുകുക ആൾക്കാർ. പഴയ കണക്കൊക്കെ നമ്മളെടുത്ത നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ വേറെ ആൾക്കാരാ. ഇന്നത്തെ കണക്ക് വെച്ച് 2-3 പിള്ളേരാ. 3 മിക്കതും വിരളമാ, 2 ചിലരെ തോന്നേ. പഴയ കണക്ക് വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാ. വേറെ വായിച്ചില്ലേ, ഒരുത്തന് 70 പിള്ളേര്. 70. ഓ, നിങ്ങൾക്ക് വിശ്വാസമൊന്നുമില്ലല്ലോ. പിന്നെ ഞാൻ വെറുതെ പറയാനെന്നേ ഉള്ളു. ഞാൻ വേറെ ദിവസത്തിലെ കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾക്കത് വിശ്വാസമില്ല. 70 പിള്ളേര്.
ഞാൻ ഓർത്ത് നിങ്ങൾ കേൾക്കുമ്പോൾ ഒന്ന് ഞെട്ടുവാരിക്കുമെന്ന്. നിങ്ങൾ ഇതിലും വലുത് കേട്ടിട്ട് ഞെട്ടിയിട്ടില്ല. 70 പിള്ളേര്. അതിന് ഒരുത്തൻ കല്ലേ വെച്ചിടിച്ചു കൊന്നു. അതിലൊരുത്തൻ രക്ഷപ്പെട്ടു. അവനാ വന്ന് വിലാപകാവ്യമൊക്കെ പാടി കുഞ്ഞിനെ ഒന്ന് അടക്കി ഇരുത്തുകയോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസമുള്ള കുഞ്ഞാണോ അല്ലല്ലോ. അത് പറഞ്ഞെന്നോർത്ത് യോഗത്തിന് വരാതെ ഇരിക്കരുത്, കൊച്ചിനെ തല്ലുകയും ചെയ്യരുത്, എന്നെ ഒന്നും പറയരുത്. നമ്മൾ വളരെ പരിജ്ഞാനത്തോടെ, നമ്മുടെ ആൾക്കാരുടെ കുഴപ്പം പിന്നെ അങ്ങോട്ടങ്ങ് ശ്രദ്ധിക്കും. അതുകൊണ്ടാണ്. അപ്പൊ ഒരുത്തന് 70 പിള്ളേര്, 70. ആ കണക്ക് വെച്ചാണെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് ഭൂമിയിൽ. 4-ാം അധ്യായത്തിന്റെ ഒടുവിൽ ആരാധന തുടങ്ങിയത്. എല്ലാവരും ആരാധിക്കുക, ഭൂമി മുഴുവൻ ആരാധനയാ. പക്ഷേ രക്ഷപ്പെട്ടത് 8 പേര് മാത്രം. ബാക്കി ആരാധിച്ചവരില്ല. എന്തിയെ? എന്റെ ഭാഷ പറയാം, മുഴുവൻ വെള്ളം കുടിച്ച് ചത്തു. അതിനായി ആരാധിച്ചവരെല്ലാം വെള്ളം കുടിച്ച് ചത്തത്. അതിന് കാര്യം ഒറ്റ വാക്കി പറയാം, പ്രമാണം അനുഷ്ഠിച്ച് പെട്ടകത്തിൽ കയറിയവർ മാത്രം രക്ഷപ്പെട്ടു. അന്നും അങ്ങനെ, വരാൻ പോകുന്ന ഭാവി അങ്ങനെ. എല്ലാവരും ആരാധിക്കുന്നുണ്ട്, വർഷിപ്പുണ്ട്, കൂട്ടായ്മയുണ്ട്, യോഗമുണ്ട്. അതൊക്കെ നല്ല കാര്യം, അഭിനന്ദിക്കുന്നു, നന്നായി വരട്ടെ. പക്ഷേ ന്യായവതിയിൽ നിന്ന് രക്ഷപ്പെട്ടത് 8 പേര് മാത്രമാണ്. ആ 8 പേര് ആരാധന ചോദിച്ചാൽ ആ ഏകമായ വാതിലിൽ കൂടി മാത്രം അകത്ത് കയറിയവരാ. വേറെ എല്ലാ ആരാധനയും പ്രാർത്ഥനയുണ്ട്, പക്ഷെ ഒറ്റ ഒരെണ്ണം ഈ വാതിലിൽ കൂടെ അകത്ത് കയറിയില്ല. വെള്ളം കുടിക്കാതെ രക്ഷപ്പെട്ടത് ആ ഒറ്റ വാതിലുണ്ടല്ലോ, പെട്ടകത്തിന്റെ ഒരേ ഒരു വാതിൽ. ആ വാതിൽ കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ ആ വാതിലെന്ന്. യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത ഒരെണ്ണം രക്ഷപ്പെടുകയല്ല. അങ്ങനെ ആ തിരുവെടുത്ത് പഠിപ്പിക്കുന്നത് അതങ്ങനെ തന്നെ. മറ്റൊരുത്തലിനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് നസറയനാകുന്ന യേശുവിന്റെ പരിശുദ്ധ നാമം. വാനത്തിൻ കീഴേ ഭൂമി മീതേ വാനവനേശു നാമമന്യേ. വാനത്തിൻ കീഴേ ഭൂമി മീതേ വാനവനേശു രക്ഷിപ്പാൻ മാർഗം വേർ. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീനി നല്ല സമയം. അപ്പൊ യേശുക്രിസ്തു ഏകദൈവം, യേശുക്രിസ്തു നിത്യദൈവം, യേശുക്രിസ്തു സത്യദൈവം, യേശുക്രിസ്തു മാത്രം ദൈവം, യേശുക്രിസ്തുവിൽ കൂടി മാത്രം രക്ഷ. ന്യായവതികളിൽ നിന്ന് രക്ഷപ്പെട്ടവര് ആരെന്ന് ചോദിച്ചാൽ ഏകവാദലാകുന്ന അതിനകത്തൂടെ അകത്ത് കയറി നോക പറഞ്ഞ കാര്യം, ദൈവം പറഞ്ഞ കാര്യം നോക പറഞ്ഞു, അത് അക്ഷരം പ്രതി അനുസരിച്ചവര് മാത്രം രക്ഷപ്പെട്ടു. അന്നതായിരുന്നെങ്കിൽ ഇനി നടക്കാൻ പോകുന്നത് അത് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ കർത്താവിനോട് ശിഷ്യന്മാർ ചോദിച്ചു, നിന്റെ വരവിന് ലോകാവസാനത്തിനും അടയാളം മഹത്വ പ്രത്യക്ഷത എന്ന വിഷയമാ പറഞ്ഞുവെന്നെങ്കിലും കർത്താവ് പറഞ്ഞത് നോഗയുടെ കാലം പോലെ ആയിരിക്കും. നോഗയുടെ കാലത്ത് നടന്നത് എല്ലാവരും ആരാധിക്കുക, പക്ഷെ രക്ഷപ്പെട്ടത് 8 എണ്ണമുള്ളു. അത് തന്നെ ആയിരിക്കും മനുഷ്യപുത്രന്റെ വരവിലും. സ്തോത്രം, സ്തോത്രം. ഒരു പഴയ പാട്ടുണ്ട്, പാടാൻ വയ്യ, എന്നാലും പഴയ പാട്ടാ ഇഷ്ടം. അത് പാടാതിരിക്കാൻ ഒക്കത്തുമില്ല. വിഷയങ്ങൾ പറയുമ്പോൾ അത് തെളിയിക്കാൻ വേണ്ടി ഞാൻ ഈ 2 ശീലം പാടുന്നത്. അപ്പൊ അതിനോട് ചേർന്നതാകുമ്പോ അതങ്ങ് ഒത്തോളും. അതുകൊണ്ടാണ്. സ്തോത്രം. ഇല്ലേ? അങ്ങനല്ലേ? ഈ അമ്മമാർക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാകും. തേങ്ങായും മുളകും ചേർത്ത് കൂട്ടാൻ വെക്കുന്ന കറിക്ക് പണ്ട് അരയ്ക്കുമ്പം മുളക് കൂടെ വെച്ച് അങ്ങ് അരച്ചേക്കണം. അപ്പൊ അത് യോജിച്ചോളും. അങ്ങനല്ലേ അമ്മേ? ഓ, ആരോട് പറയാൻ. അത് അമ്മയൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. മുളക് കല്ലേ വെച്ച് അരയ്ക്കുമ്പം മുളക് ആട്ടെ, നിങ്ങൾ സഹോദരിമാരാ, കൊച്ചു പെൺപിള്ളേർക്ക് അറിയാവോ എന്നറിയത്തില്ല. മുളകും
അതിന് വേറെ കൊണ്ടല്ലോ വാളപ്പുളിയൊക്കെ വെച്ച് ചമ്മന്തി അരയും. അപ്പം ഇത് അരയാനായിട്ട് എന്നാ മാർഗം? നിങ്ങൾ പെട്ടെന്ന് പറ. വെള്ളം ചേർക്കാതെ അരയ്ക്കണം. എന്നാ മാർഗം? ഉറക്കെ പറ. ആരാണ്ട് ഇവിടെ പറഞ്ഞു. ഉപ്പുകല്ലൂടെ ചേർത്ത് അരയ്ക്കണം. കല്ലുപ്പും കൂടെ വെച്ച് മുളക് അരയ്ക്കുമ്പോൾ പെട്ടെന്ന് അരഞ്ഞോളൂ. ആട്ടെ, യോഗത്തിന് വന്നുകൊണ്ട് അതെങ്കിലും പഠിച്ചല്ലോ. വചനമൊന്നും പഠിച്ചില്ലെങ്കിലും പാട്ട് ഒന്നും പഠിച്ചില്ലെങ്കിലും ആട്ടെ, ഇന്ന് വൈകിട്ട് പോയാൽ അതേലും അങ്ങ് ചെയ്തങ്ങ് പഠിക്കേ. പറയാലോ, ഞാൻ അന്ന് ആ യോഗത്തിന് പോയ ആ കാര്യം പിടികിട്ടിയത്. അപ്പൊ അത് ചേർന്നങ്ങാര്. അമ്മാമ കറക്റ്റ കാര്യമാണ് പറഞ്ഞത്, ചേർന്നങ്ങാരയും. അപ്പൊ എന്ന് പറഞ്ഞ പോലെ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പം രണ്ട് ശീലി പാട്ടുകൂടെ ഇടുന്നത് എന്ന് വെച്ചാൽ ചേർന്നങ്ങ് അരഞ്ഞോട്ടെന്ന് ഓർത്ത തരി കാണണ്ട, അരഞ്ഞങ്ങ് പോട്ടെ. അപ്പോൾ മനുഷ്യപുത്രന്റെ വരവ് ഏത് സമയമാണെന്ന് അറിയത്തില്ല. പക്ഷേ വരവിൽ ഇതാ സംഭവിക്കുന്നത്. അന്ത്യനേരം വരുമോ, പാതിരാത്രിയാകുമോ, കോഴി കൂകും നേരത്തോ ഉഷസിൽ വരുമോ, അന്നു രണ്ടു നരന്മാർ വയലിൽ വേലക്കിരിക്കും, ഒന്നു ദൂതനെടുക്കും തോഴനെ കൈവടിയും, തിരികല്ലിൽ പൊടിക്കും ഇരുനാരി ജനങ്ങൾ, തിരികല്ലിൽ പൊടിക്കും ഇരുനാരി ജനങ്ങൾ, ഒരുത്തി വാനിലേറും മറ്റവളെ വെടിയും, സന്ധ്യനേരം വരുമോ, പാതിരാത്രിയാകുമോ, കോഴി കൂകും നേരത്തോ ഉഷസിൽ വരുമോ. ഏത് സമയമാണ് വരുന്നതെന്ന് അറിയില്ല. മനുഷ്യപുത്രന്റെ വരവിലും ഇത് സംഭവിക്കുമെന്നാ കർത്താവ് പറഞ്ഞത്. എന്തോ സംഭവിക്കും? ആരാധിച്ച പലതും പെട്ടകത്തിലില്ല, പ്രമാണം കാത്ത 8 എണ്ണം പെട്ടകത്തിലുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ നിങ്ങളോട് പറയാം, ഈ ചാട്ടവും ബഹളവും തുള്ളലും ആരാധനയൊക്കെ നല്ലതാ, അത് ഞാൻ എതിരല്ല. കഴിയുമെങ്കിൽ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ചോണം. പക്ഷേ പ്രമാണം കാക്കണം. ആ പ്രമാണം കാക്കുന്നവരാ രക്ഷപ്പെടുന്നത് ന്യായവതിയിൽ നിന്ന്. അപ്പൊ അങ്ങനെ നോഹയുടെ കാലത്ത് ജലപ്രളയത്താൽ മനുഷ്യരാശി 8 പേരൊഴികെ വാക്ക് മുഴുവൻ നശിച്ചു. ആ 8 പേരിൽ നോഹയുടെ മക്കളും 3 പേര്. ആ 3 പേരുടെ സന്തതി പരമ്പരകളാണ് ഇന്ന് ഭൂമിയിൽ കാണുന്ന സകല മനുഷ്യർ. ഇനി ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞാൽ ഒറ്റയൊരുത്തന്റെ സന്തതിയാ ഈ കാണുന്ന മുഴുവനും. അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി കൂടിയതാ, അവരിച്ചിരി കുറഞ്ഞതാ, ഞങ്ങൾ ഇച്ചിരി ഗ്രേഡ് കൂടിയതാ, ഞങ്ങള് സ്തോത്രം വരവാണ്, മറ്റവര് ഇവിടെ പണ്ടുള്ളതാ, അതൊന്നും തരം തിരിക്കരുത്. എല്ലാം ഒരുത്തന്റെ സന്തതിയാണ്. അതെ, ചിലരെ തരം തിരിച്ച് പറയുന്ന കാണാം. അത് പാടില്ല. വിശേഷിച്ച് ദൈവമക്കൾ ഒരിക്കലും പാടില്ല. നാം എല്ലാം ഒരുത്തന്റെ സന്തതികളാണ്. അങ്ങനെ ഈ വേദപുസ്തകം പഠിപ്പിക്കുന്ന ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കി. അതുകൊണ്ട് എല്ലാവരും ഒരു അപ്പന്റെ മക്കളാണ്. ദൈവത്തിന് മഹത്വം. പിന്നെ വർഷങ്ങളും കാലങ്ങളും ഒക്കെ കൊണ്ട് ഭക്ഷണക്രമം, ജീവിതചര്യ, ജോലി, സാഹചര്യം, ചുറ്റുപാട്, ജീവിതത്തിന്റെ ഓരോ വശങ്ങൾ കൊണ്ട് ഇങ്ങനെ പല രീതിയിലായെന്നേ ഉള്ളൂ. എല്ലാം ഒറ്റയൊരുത്തന്റെ സന്തതിയാണ്. അതെ, നിങ്ങൾ വിശ്വസിക്കുകയല്ലെന്ന് എനിക്കറിയാം. ഇവിടെ ഇരിക്കുന്ന ആരും വിശ്വസിക്കുന്നില്ല. എനിക്കറിയാം വിശ്വസിക്കുന്നില്ലെന്ന്. പിന്നെ വെറുതെ ഈ പുസ്തകം എടുത്തോണ്ട് ഇങ്ങനെ നെടുകയും കുറുകെ നടക്കുന്നതേ ഉള്ളൂ. വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കാതെ ഇങ്ങനെ അല്ലല്ലോ ഇരിക്കേണ്ടത്. അല്ല. ഇനിയിപ്പൊ ഞാൻ സാധാരണ ഉപദേശിമാരും വിശ്വസിക്കുന്നൊരു കൈ പൊക്കിയാട്ടെ ഞാൻ പറയുകയല്ല. ഇതിന് വിശ്വാസമില്ലാത്തന്നെ കയ്യും കാലും പൊക്കി ചേച്ച് അവസാനം അവന് ആകാൻ ഇയാൾക്ക് ചുമ്മാ തൊഴിലൊന്നുമില്ല, ഇയാൾ പറയേണ്ടത് അങ്ങ് പറഞ്ഞേച്ച് പോയാൽ മതി, ഞങ്ങളുടെ കയ്യും കാലും പൊക്കണ്ട. അത് വേറെ. ഞാനെന്തിനാ കേൾക്കുന്നത്? വിശ്വസിക്കുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഒറ്റയൊരുത്തന്റെ സന്തതിയാ മുഴുവനെണ്ണു. ആ സന്തതിയുടെ 10ാം തലമുറയാണ് നോഹ. ആ നോഹയ്ക്ക് 3 മക്കള്, ഷേമും ഹാമും യാഫെത്തും. അതിലെ ഷേമിന്റെ വംശത്തിൽപ്പെട്ടയാളാണ് അബ്രഹാം. ഷേമിന്റെ വംശത്തിൽ നോഹയ്ക്ക് 3 മക്കള്, ഷേം, ഹാം, യാഫെത്ത്. അതില് ഷേമിന്റെ 10ാം തലമുറയാണ് അബ്രഹാം. ഉൽപ്പത്തി 10:1 വായിച്ചാട്ടെ. നോഹയുടെ പുത്രന്മാരായ ഷേം, ഹാം, യാഫെത്ത്. നോഹയുടെ പുത്രന്മാരായ ഷേം, ഹാം, യാഫെത്ത്. അപ്പൊ ഷേം. ഇനി 10-ന്റെ 11-12 വായിച്ചാട്ടെ. അർപ്പശാദിന് 35 10 മുതൽ വായിച്ചോ. 11-ന്റെ 10 മുതൽ. ഷേമിന്റെ വംശപാരമ്പര്യമാവിത്. ഷേമിന്റെ വംശപാരമ്പര്യം. അപ്പം നോഹയുടെ 3 മക്കള് ഷേം, ഹാം, യാഫെത്ത്. അതിലെ ഷേമിന്റെ വംശമാ. 10-ാം വാക്യം ഒന്നുകൂടെ. ഷേമിന്റെ വംശപാരമ്പര്യമാവിത്.
ഷേമിന് 100 വയസ്സായപ്പോൾ ഷേമിന് 100 വയസ്സായപ്പോൾ ജലപ്രളയത്തിന് പിമ്പ് 2 സംവത്സരം കഴിഞ്ഞപ്പോൾ അർപ്പക്ഷാദിനെ ജനിപ്പിച്ചു. 12-ാം വാക്യം. അർപ്പക്ഷാദിന് 35 വയസ്സായപ്പോൾ അവൻ ശാലേഖിനെ ജനിപ്പിച്ചു. 14-ാം വാക്യം. ശാലേഖിന് 35 വയസ്സായപ്പോൾ അവൻ 30 വയസ്സായപ്പോൾ 5 കൂട്ടുന്നല്ലുണ്ടല്ലോ. ഒന്നുകൂടെ വായിച്ചേ. ശാലഹിന് 30 വയസ്സായപ്പോൾ അവൻ ഏബേരിനെ ജനിപ്പിച്ചു. 16-ാം വാക്യം. ഏബേരിന് 34 വയസ്സായപ്പോൾ അവൻ പെലേഗിനെ ജനിപ്പിച്ചു. 18-ാം വാക്യം. പെലേഗിന് 30 വയസ്സായപ്പോൾ അവൻ രയൂവിനെ ജനിപ്പിച്ചു. 20-ാം വാക്യം. രയൂവിന് 32 അവൻ വയസ്സായപ്പോൾ ഷെറൂഗിനെ ജനിപ്പിച്ചു. 22-ാം വാക്യം. ഷെറൂഗിന് 30 വയസ്സായപ്പോൾ അവൻ നാഗോറിനെ ജനിപ്പിച്ചു. 24-ാം വാക്യം. നാഗോറിന് 29 വയസ്സായപ്പോൾ അവൻ തേറകിനെ ജനിപ്പിച്ചു. ഇനി 26. തേറകിന് 70 വയസ്സായപ്പോൾ അവൻ അബ്രാം, നാഹോർ, ഹാരാൻ എന്നിവരെ ജനിപ്പിച്ചു. ഇതാണ് അബ്രാമ്യ പാരമ്പര്യം. ഞാന് നിങ്ങൾക്ക് ഇതെല്ലാം അറിയാം. ഇതിന്റെ അപ്പുറം നിങ്ങൾക്ക് അറിയാം. പിന്നെ എന്നോട് പിന്നെ വിനോദ് പാസ്റ്റർ ഏതാ അതെനിക്കറിയാൻ മേല. അതാ വന്നപ്പം വേറെ കർത്തദാസൻ ലീഡ് ചെയ്തപ്പം പറഞ്ഞ ആരാന്ന് ഫോണിൽ കൂടെ സംസാരിച്ചോളൂ. എനിക്ക് പെട്ടെന്ന് സോറി, കണ്ടിട്ടുണ്ട്. ഇതിൽ ആരാന്ന് എനിക്ക് അങ്ങോട്ട് ഇരിക്കുന്നതിൽ പേര് കൊണ്ടേ ആട്ടെ. അപ്പൊ അദ്ദേഹം പറഞ്ഞു പെന്തിക്കോസുകാർ മാത്രമല്ല വരുന്നത് എന്ന് എന്നോട് പറഞ്ഞു. നേരത്തെ പറഞ്ഞു. പുള്ളി മുൻകൂർ ജാമ്യം എടുത്തു. പറഞ്ഞേക്കെ എന്നാന്ന് എനിക്കറിയാം. സ്തോത്രം. വെടലത്തരവൊന്നും വിളിച്ച് പറയരുത്, പോഴത്തരവൊന്നും പറയരുത്. പാസ്റ്ററെ വിളിച്ചപ്പോഴേ പലരും പറഞ്ഞിട്ടുണ്ട് അയാൾ ബോധമുള്ളവനല്ല, ആവശ്യമില്ലാത്തതെല്ലാം വിളിച്ച് പറയും. അപ്പൊ പാസ്റ്റർ നേരത്തെ ഒന്ന് വിളിച്ച് പറഞ്ഞേക്കണം. അതിനൊക്കെ പറഞ്ഞാന്ന് എനിക്കറിയാം. പിന്നെ നമ്മളിതൊക്കെ കുറെ നാൾ കൊണ്ട് കണ്ടിരിക്കും. അപ്പം പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ ഞാനങ്ങ് പറയുക. ഇത് എനിക്കറിയാം അതൊക്കെ പറയുന്നത്. പിന്നെ ഇവിടെ അല്ലെന്ന് പലയിടത്തും ഇങ്ങനെ തന്നെ നേരത്തെ വിളിച്ച് പറയും. പുറത്തു നിന്നുള്ള എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കാര്യമൊന്നും പറയരുത്. ഞങ്ങളുടെ ഒരു അച്ചായൻ പറയും നിർമ്മല സുവിശേഷം. എവിടെയെങ്കിലും ചില കാര്യങ്ങളൊക്കെ പുള്ളി എൻ്റെ കൂടെ വരുമായിരുന്നു യോഗത്തിനൊക്കെ. അപ്പൊ ചില ഉപദേശ വിഷയങ്ങളൊക്കെ പറയുമ്പോൾ ചില കർക്കശമായി പറയും. അപ്പൊ പുള്ളി ഇങ്ങനെ നോക്കും അടി വരുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം തിരിച്ചിങ്ങോട്ട് വണ്ടിയെ പോകുമ്പോൾ പുള്ളി മാസ്റ്റർ നമ്മള് എവിടെ ചെന്ന് നിർമ്മല സുവിശേഷം. നമ്മൾ എവിടെ ചെന്നാല് നിർമ്മല സുവിശേഷം. അത് കറക്റ്റാ. അല്ല, നിർമ്മല സുവിശേഷം പറയുമ്പോ ഇതെല്ലാം ഇതിനകത്ത് വരും. നമ്മൾ മായം ചേർക്കുന്നതുകൊണ്ടാവൊന്നും പറയാത്ത. അതെ, മായം ചേർക്കുന്നതുകൊണ്ട് പറയത്തില്ല. നിർമ്മലം പറഞ്ഞേ പ്രശ്നമാണ്. അപ്പോസ്തലന്മാര് നിർമ്മലമാ പറഞ്ഞത്. എന്ത് അടിയുടെ ആറാട്ടായിരുന്നു. അതെ, അവർക്ക് കിട്ടിയ പേരെന്നറിയോ? ഭൂലോകത്തെ കലക്കുന്നവര്. നല്ല പേരാണോ നിർമ്മലം പറഞ്ഞത്? പക്ഷെ നമ്മളാരും നിർമ്മലം പറയുന്നില്ല. നമ്മൾ പറയുന്നില്ല. ഇല്ല, സത്യം പറയുക. ആരും നിർമ്മലമായിടേ. നീ എവിടെ പോയതാ? ഇവിടെ വന്നില്ലേ? ഇനി ഉടനെ പോവോ? അപ്പൊ ശ്രദ്ധിക്കുക, നിർമ്മലമായ സുവിശേഷം പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാകും. ആട്ടെ, ആ ഭാഗം വിട്ടേക്കാം. അപ്പൊ ഇത് അറിയാത്ത ആരെങ്കിലും ഉണ്ടെ അവരുടെ അറിവിന് ഈ ഉൽപ്പത്തി പുസ്തകത്തെ പറ്റി ഒരു ധാരണ വേണമല്ലോ. ഇത് എന്നതാന്ന് എടുത്തോണ്ട് നടക്കാൻ പറഞ്ഞിട്ട് കുറച്ച് നാളായില്ലേ? ഇത് എന്നതാണ്? അപ്പൊ അതിനൊരു ചെറിയ ഔട്ട്ലൈൻ പറഞ്ഞതേ ഉള്ളൂ. ആദാം, ശേത്ത്, ഏനോഷ്, കേനാന്, മഹലേല്, യാരദ്, മധുശലേഖ്, ആനോക്ക്, ലാമക്ക്, നോഹ, ഷേമ്, ഹാമ്, യാവത്ത്, ഷേമിന്റെ അർപ്പക്ഷാദിന്ന് ശാലേഖ്, ഏബേര്, പെലേഗ്, രയൂവ്, ഷെറൂഗ്, നാഗോറ്, തേറഗ്. അപ്പം ആദാം മുതല് നോഹ വരെ 10 തലമുറ, നോഹ മുതല് അബ്രഹാം വരെ 10 തലമുറ. ഇനി അബ്രഹാം മുതല് ദാവീദ് വരെ 14 തലമുറ. ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ 14 തലമുറ. ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തു വരെ 14 തലമുറ. 3 14 2 10, 2 10 20, 3 14 42. അങ്ങനെ 20 42 62 തലമുറ. ആദാം മുതൽ യേശുക്രിസ്തു വരെ എണ്ണപ്പെട്ട തലമുറ 62. ഇതാണ് ഇതിന്റെ ഓർഡർ. ദൈവത്തിന് മഹത്വം. അപ്പോൾ
അപ്പോൾ ആദാം മുതൽ നോഹ വരെ 10 തലമുറ, നോഹ മുതൽ അബ്രഹാം വരെ 10 തലമുറ. അബ്രഹാമിനോട് ബന്ധപ്പെട്ടുള്ള വാക്യമാണ് വായിച്ചത്. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇനി 15-ന്റെ 1 വായിച്ചേ മോളെ. അതിന്റെ ശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്നാൽ, അതിന്റെ ശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്നാൽ, അബ്രഹാമേ ഭയപ്പെടേണ്ട, അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം, ഞാൻ നിന്റെ പരിചയം, നിന്റെ അതിമകത്തായ പ്രതിഫലമാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ദൈവം അബ്രഹാമിനോട് പറയുക, അബ്രഹാമേ ഭയപ്പെടേണ്ട. നിങ്ങൾക്കറിയാം, നമ്മളിപ്പോ വായിച്ചല്ലോ, വിശ്വാസികളുടെ പിതാവാണ് അബ്രഹാം. ഇന്ന് ലോകത്തിൽ പാർക്കുന്ന മാനവ ജനതയിൽ 4-3 വിഭാഗത്തിന്റെ പിതാവ് അബ്രഹാമാണ്. ഇന്ന് ഈ ഭൂമിയിൽ പാർക്കുന്ന മനുഷ്യവർഗത്തിൽ 4-3 വിഭാഗത്തിന്റെയും പിതാവ് അബ്രഹാമാണ്. എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള സകല വിശ്വാസികളുടെയും പിതാവ് ആരാണ്? അബ്രഹാമാണ്. അബ്രഹാമാണ് വിശ്വാസികളുടെ പിതാവ്. അത് ചെറിയ ആളല്ല, വലിയ സമൂഹത്തിന്റെ പിതാവ് എന്നുള്ള പ്രതിനിധി നിൽക്കുന്നയാളാണ്. 2, ഇന്ന് ലോകത്തിൽ പാർക്കുന്ന യഹൂദജാതികളുടെ എല്ലാം പിതാവ് അബ്രഹാമാണ്. ലോകത്തിൽ പലയിടത്ത് യഹൂദന്മാരുണ്ട്, കൂട്ടമായിട്ട് അങ്ങ് പാലായനം ചെയ്തെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഇപ്പോഴും ഉണ്ട്. കേരളത്തിൽ 1-2 ഫാമിലി ഉണ്ട്, അമേരിക്കയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇന്ന് ലോകത്തിൽ പാർക്കുന്ന യഹൂദജാതിയിൽ അവരുടെ മുഴുവൻ പിതാവ് എന്നുള്ള ബഹുമതിയും അബ്രഹാമിന്. മാത്രമല്ല, നന്നായിട്ട് ഒന്നുകൂടെ അപഗ്രഥിച്ച് പഠിച്ചാൽ ചില വാക്യത്തിന്റെ വെളിച്ചത്തിൽ ഇന്ന് ലോകത്തിൽ പാർക്കുന്ന മുസ്ലിം വിഭാഗത്തിന്റെ മുഴുവൻ പിതാവ് അബ്രഹാമാണ്, ഇബ്രാഹിം. അവർക്കും അതിന് പറയാൻ അവകാശമുണ്ട്. അവരുടെയും പിതാവ് അബ്രഹാമാണ്. അബ്രഹാമിന്റെ മകനാകുന്നല്ലോ ഇസ്മായിൽ. ഇസ്മായിൽ നെല്ലിയോ 12 പ്രഭുക്കന്മാര്, അങ്ങനെ പ്രഭുക്കന്മാരുണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ലോകത്ത് പാർക്കുന്ന മാനവ ജനതയിൽ 4-3 വിഭാഗത്തിന്റെ പിതാവ് അബ്രഹാമാണ്. ചെറിയ ആളല്ല. ഈ അബ്രഹാമിനോട് ദൈവം പറയുക, അബ്രഹാമേ ഞാൻ നിന്റെ പരിചയം, നിന്റെ അതിമകത്തായ പ്രതിഫലം. അബ്രഹാമിനെ പറ്റി വേദപുസ്തകത്തിൽ ആദ്യം കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. എവിടാ കാണുന്നേ? വായിച്ചു. അബ്രഹാമിനെ പറ്റി വേദപുസ്തകത്തിൽ ആദ്യം കാണുന്നത് യഹോവ അബ്രഹാമിനോട് ആദ്യം കാണുന്നത്. ഇപ്പൊ അങ്ങോട്ട് വായിച്ചു നിർത്തിയതല്ലേ ഉള്ളൂ. 70 വയസ്സ്. 26-ാം വാക്യമല്ലേ? 26. അപ്പോൾ വേദപുസ്തകത്തിൽ അബ്രഹാം എന്ന വ്യക്തിയെ പറ്റി ആദ്യം കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 11-ന്റെ 26-ലാണ്. അവിടെ അബ്രഹാം എന്നില്ല, അബ്രാം. പിന്നീട് ആ പേര് മാറ്റിയത്. അബ്രഹാമിനോട് പറഞ്ഞു, നീ നിന്റെ പേര് അബ്രാം എന്നല്ല, അബ്രഹാം, ബഹുജാതികൾക്ക് പിതാവ്. സാറായിയുടെയും പേര് മാറ്റി. ഇനി നിന്റെ പേര് സാറായി എന്നല്ല, സാറ. അങ്ങ് വെട്ടി. വെട്ടിയപ്പോ അമ്മാമ്മ റെഡിയായി. സാറായി. സാറായി. സാറായിയുടെ അങ്ങ് കളഞ്ഞപ്പം സാറ. പോയാൽ ശരിയാകും. ഇപ്പൊ എല്ലാം സാറാ. മനസ്സിലാകുന്നില്ല. സാറ. അപ്പൊ ആ ഭാഗത്തേക്ക് പിന്നെ വരാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വേദപുസ്തകത്തിൽ അബ്രഹാമിനെ പറ്റി ആദ്യം കാണുന്നത് ഉൽപ്പത്തി 11-ന്റെ 26-ലാണ്. ഈ അബ്രഹാമിനെ ദൈവം വിളിച്ചു. അബ്രഹാമിനെ ദൈവം വിളിച്ചതിനെ പറ്റി പരാമർശിക്കുന്ന വാക്യം ആ 12-ന്റെ 1 വായരുത്. യഹോവ അബ്രാമിനോട് അരുളി ചെയ്തതെന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചേർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടു പുറപ്പെടണം. 3 കാര്യം പെടണം. ദേശം, ചാർച്ച, പിതൃഭവനം വിട്ട് നീ പുറപ്പെടണം. 3 കാര്യം പെടണം. ഇതെവിടെ വെച്ചാ ദൈവം പറയുന്നത്? പറഞ്ഞോ? ശരിയാ. ഹാരാന് വെച്ചാ ദൈവം ഇത് പറയുന്നത്. ആ ഉൽപ്പത്തി പുസ്തകം 11-ന്റെ ഒടുവിലത്തെ വാക്യം വായിച്ചേ. തേരഹിന്റെ ആയുഷ്കാലം 205 സംവത്സരം തേരഹ് ഹാരാന് വെച്ച് മരിച്ചു. അപ്പൊ ഉൽപ്പത്തി 11-ന്റെ ഒടുവിൽ നിർത്തുന്നത് ഹാരാന് വന്ന സംഭവമാണ്. ഹാരാന് വെച്ച് തേരഹ്, അബ്രഹാമിന്റെ അപ്പൻ തേരഹ് മരിച്ചു, ഹാരാന് വെച്ചു. ഉടനെ 12-ാം അധ്യായം തുടങ്ങുക. അബ്രഹാമിനോട് ദൈവം പറയുക, ദേശം, ചാർച്ച, പിതൃഭവനം വിടണം. അപ്പൊ ഇതെവിടെ വെച്ച് പറഞ്ഞു? ഹാരാന് വന്നപ്പം പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 11-12 അധ്യായം ചേർത്ത് പഠിക്കുമ്പോൾ ഹാരാന് വെച്ച് ദൈവം ഇടപെടുക.
ദേശം ചേർച്ച പിതൃഭവനം ഇത് വിടണം. എന്നാൽ ഹാരാന് വരുന്നതിന് മുന്നമേ ദൈവം ഇടപെട്ടതാ. വായിക്കാം, പ്രവർത്തികളുടെ പുസ്തകം 7:1. ഇത് ഉള്ളത് തന്നെയോ എന്ന് മഹാപുരോഗം ചോദിച്ചത്. അവൻ പറഞ്ഞത്, സഹോദരന്മാരും പിതാക്കന്മാരുമായുള്ള പുരുഷന്മാരെ കേട്ടുകൊള്ളുവിൻ. നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാന് വന്ന് പാർക്കുന്നതിന് മുൻപ് മെസൊപ്പൊത്താമിയയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. കണ്ടോ? ഉൽപ്പത്തി പുസ്തകം 11-12 അധ്യായം പഠിക്കുമ്പോൾ ഹാരാന് വന്നപ്പോൾ ദൈവം ഇടപെട്ടെന്നാ വായിക്കുന്നത്. ശരിയാ. പക്ഷേ സ്തേഫാനോസിന്റെ പ്രഥമ പ്രസംഗത്തിൽ ചരിത്രം നന്നായിട്ട് അപഗ്രഥിച്ച് പഠിച്ച് സ്തേഫാനോസ് തെളിയിക്കുക, നമ്മുടെ പൂർവ്വപിതാവാകുന്ന അബ്രഹാം ഹാരാന് വന്നപ്പം ദൈവം ഇടപെട്ടു, സത്യമാ. പക്ഷെ ഹാരാന് വരുന്നതിന് മുമ്പേ ദൈവം ഇടപെട്ടതാ. മെസപ്പൊത്തോമിയയിൽ വെച്ച് മെസപ്പൊത്തോമിയയില് സ്തോത്രം ദൈവം ഇടപെട്ടു. ദൈവത്തിന് മഹത്വം. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കേണ്ടി വരുന്നു. നിങ്ങൾ ഇച്ചിരി ഇങ്ങോട്ടൊന്ന് ഇന്നത്തേക്ക് നാളെ നമുക്ക് ഇച്ചിരി അങ്ങോട്ട്. അപ്പം ഞാൻ അവസാനം പിന്നെ എൻ്റെ പടല് വേദന എടുക്കും. എനിക്ക് നിങ്ങളെ കൂടെ കണ്ട് പ്രസംഗിക്കുന്ന സന്തോഷം. അച്ചായനും അമ്മാമ്മയ്ക്ക് എന്നെ കാണാമല്ലോ. നിങ്ങളോട് വേണേ ഇച്ചിരി അങ്ങോട്ട് ഇരിക്കാൻ പറ്റുമെങ്കിൽ. എന്നാ വയ്യെങ്കിൽ വേണ്ട, നീ അവിടെ ഇരിക്കും. അപ്പൊ ശ്രദ്ധിക്കുക, ഹാരാന് വരുന്നതിന് മുമ്പ് മെസപ്പൊത്തോമിയയിൽ വെച്ച് തന്നെ ദൈവം ഇടപെട്ടതാണ്. മോളെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്ക്. ദൈവത്തെ അച്ചായനും ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. അയ്യോ എന്റെ ദൈവം ആട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇവിടെ സ്തേഫാനോസിന്റെ പ്രഥമ പ്രസംഗത്തിൽ പറയുകയാ, ഇത് ഉള്ളത് തന്നെയോ എന്ന് മഹാപുരോഗം ചോദിച്ചതിന് അവൻ പറഞ്ഞത്, സഹോദരന്മാരും പിതാക്കന്മാരുമായുള്ള പുരുഷന്മാരെ കേട്ടുകൊള്ളുകയും നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാന് വന്ന് പാർക്കുന്നതിന് മുമ്പ് മെസപ്പൊട്ടോമിയ, 2 നദികളുടെ ഇടയിലുള്ള സ്ഥലമാ, ഫലപുഷ്ടമായ സ്ഥലമാ, നല്ല സ്ഥലമാ മെസപ്പൊട്ടോമിയ. ആ മെസപ്പൊട്ടോമിയയിൽ വെച്ച് തന്നെ തേജോമയനായ ദൈവം പ്രത്യക്ഷപ്പെട്ടു. ഈ ലൈവൊക്കെ ഉള്ളത് കൊണ്ടെല്ലാം പറയാനൊക്കത്തില്ല. സ്തോത്രം. തേജോമയനായ ദൈവം. ദൈവത്തിന് ആരും തേജസ് ഉണ്ടാക്കണ്ട, അവിടുന്ന് തേജോമയനാണ്. നമ്മൾ എന്തെങ്കിലും കുഴപ്പടി കാണിച്ചാൽ ദൈവത്തിന്റെ തേജസ് പോകത്തുമില്ല. അയ്യോ, അടിമാലി സഭ ഇച്ചിരി ഉഴപ്പ, അതുകൊണ്ട് ദൈവത്തിന്റെ തേജസ് പോയി. അതുകൊണ്ട് നമുക്ക് പുള്ളിയെ ഇരുത്തി തേജസ് നാക്കണം. പുള്ളിയല്ലേ പരുവക്കേടില്ല. ലോകം മുഴുവൻ കുഴഞ്ഞാലും ദൈവത്തിന്റെ തേജസ്സിന് മാറ്റം വരികയല്ല. അവിടുന്ന് തേജോമയനായ ദൈവമാണ്. സ്തോത്രം. അവിടുന്ന് തേജോമയനായ ദൈവമാണ്. ഞാനും നിങ്ങളും കുഴഞ്ഞ് അവൻ എന്ത് വന്നാലും ദൈവത്തിന്റെ തേജസ്സിനോ ദൈവത്തിന്റെ അവൻ മഹത്വത്തിനോ ദൈവത്തിന്റെ അവൻ അത് മഹിമയ്ക്ക് ഒരു കുഴപ്പവും വരികയാണ്. സ്തോത്രം ആട്ടെ. അപ്പോൾ തേജോമയനായ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടു. അബ്രഹാമിനെ വിളിച്ചിറക്കുക. പിന്നെ ഈ 12 ഇത് ഹാരാന് വരുന്നതിന് മുന്നേ ഇടപെട്ടതാ. 3 കാര്യം വിടാൻ, ദേശം ചാർച്ച, പിതൃവനം. ഹാരാന് വരുന്നതിന് മുന്നേ ഇടപെട്ടതാ. പിന്നെ എന്തിനാ ഈ ഹാരാന് വന്നപ്പോ വീണ്ടും ഇടപെട്ടത്? എന്തേലും ഒന്ന് വാ തുറന്ന് പറയാം. വണ്ടിക്കൂലി മുടക്കി വന്നതല്ലേ? മെസപ്പൊത്തോമിയയിൽ ഇരിക്കുമ്പോൾ തന്നെ ദൈവം പറഞ്ഞതാ 3 കാര്യം വിടാൻ, ദേശം, ചേർച്ച, പിതൃഭവനം. തേജോമയനായ ദൈവം അങ്ങനെ ഇറങ്ങിയതാ. പിന്നതിനായി ഹാരാന് വന്നപ്പോ പിന്നെ ഇങ്ങനെ പറഞ്ഞത്, റാമിന് മറവി കാണും കൊണ്ട് ദൈവം ഒന്നുകൂടൊന്ന്. നിങ്ങള് ശരിക്ക് പഠിച്ചാൽ
മെസ്സപ്പൊത്തോമിയായി വെച്ച് ദൈവം ഇടപെട്ട് 3 കാര്യം വിടാൻ. അബ്രഹാം വിട്ടേച്ച് ഇറങ്ങിയതാ, വീട്ടിൽ നിന്ന് ഇറങ്ങി. ഈ ദൈവം പ്രത്യക്ഷപ്പെട്ടത് ആർക്കാ? ഉറക്കെ പറഞ്ഞു, അബ്രഹാമിന്. ദൈവം ഇടപെട്ടത് ആരോടാ? അബ്രഹാമിനോടാ. തേജോമയനായ ദൈവത്തെ കണ്ടതാരാ? അബ്രഹാം. നിങ്ങള് വചനത്തിൽ നിന്ന് പിന്നെ ധ്യാനിച്ചോണം. അപ്പോൾ ഈ യാത്രയുടെ ദൈവം കഴിഞ്ഞാൽ നിയന്ത്രണം ആരായിരിക്കണം? അബ്രഹാം ആയിരിക്കണം. കാരണം അബ്രഹാം ആ ദൈവത്തെ കണ്ടേ, അബ്രഹാമിനെ ആ ദൈവം വിളിച്ചേ, അബ്രഹാം ആ തേജസ് കണ്ടത്, അബ്രഹാമിനോട് ആ ദൈവം പറഞ്ഞ 3 കാര്യം വിടാൻ. അപ്പോൾ വിളി കേട്ടവൻ, തേജസ് കണ്ടവൻ, ദൈവത്തെ കണ്ടവൻ, ദൈവശബ്ദം കേട്ടവൻ, അനുസരിക്കണമെന്ന് പറഞ്ഞ ആ വ്യക്തി വേണം ലീഡ് ചെയ്യാൻ. വേണ്ടേ? വേണം. അവൻ ലീഡ് ചെയ്താലേ ഒക്കൂ. കാരണം അവനാ കണ്ടത്, അവനാ കേട്ടത്, അവനാ രുചിച്ചറിഞ്ഞത്. പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം തേജസ് കണ്ടതും ദൈവശബ്ദം കണ്ടത് അബ്രഹാമാണെങ്കിലും യാത്രയുടെ കൺട്രോള് മൂപ്പിലെയാ. ആരാ? പുള്ളിയായിപ്പോ കൺട്രോള്. വിളി കേട്ടവൻ മാറി നിൽക്കുക. തെളിയിക്കാം. 11:27 മുതൽ വായിച്ചോ മോളെ. തേരഹിന്റെ വംശപാരമ്പര്യമാവിത്. തേരകിന്റെ വംശപാരമ്പര്യമാവത്. തേരക് അബ്രാമിനെയും അബ്രാമിനെയും നാഹോറിനെയും ഹാരാനും ജനിപ്പിച്ചു. അടുത്ത വാക്യം. ഹാരാൻ ലോത്തിനെ ജനിപ്പിച്ചു. എന്നാൽ ഹാരാൻ തന്റെ ജന്മദേശത്ത് വെച്ച് കൽദയരുടെ ഒരു പട്ടണമായി ഊരി വെച്ച് തന്റെ അപ്പനാകുന്ന തേരകിന് മുന്നേ മരിച്ചുപോയി. അബ്രാമും നാഹോറും ഭാര്യമാരെ എടുത്തു. അബ്രാമിന്റെ ഭാര്യയ്ക്ക് സാറായി എന്നും നാഹോറിന്റെ ഭാര്യയ്ക്ക് മിൽക്ക എന്നും പേര്. ഇവള് മിൽക്കയുടെയും ഇസ്കയുടെയും അപ്പനായ ഹാരാന്റെ പുത്രിയായിരുന്നു. സാറാ മച്ചിയായിരുന്നു. സന്തതി ഉണ്ടായിരുന്നില്ല. അടുത്ത വാക്യം. തേരഹ് തന്റെ മകനായ അടിവരയിടണേ. തേരക് തന്റെ മകനായ അബ്രാമിനെയും ഹാരാന്റെ മകനായ തന്റെ പൗത്രൻ ലോത്തിനെയും തന്റെ മകനായ അബ്രഹാമിന്റെ ഭാര്യയായ മരുമകളായ സാറായെ കൂട്ടി കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു. അവർ മതി തെളിഞ്ഞല്ലോ, മനസ്സിലായല്ലോ. തേരക് ഇവരെ എല്ലാം കൂടെ കൂട്ടി. ആരാ? മരുമകള് സാറാമ്മ. കൊച്ചുമോനെ വിളിച്ചു. ലോത്ത് വാ. വേറെ വല്ലവരും ഉണ്ടോന്ന് ഇവിടെ എഴുതിയിട്ടില്ലെങ്കിലും അവരെയെല്ലാം വാ. തേരക് ഇവരെയെല്ലാം കൂടെ കൂട്ടി, ഊരിൽ നിന്ന് ഇവരെ കൂട്ടി ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു. അപ്പൊ ഈ വാക്യം പഠിക്കുമ്പോൾ ഇപ്പൊ ഈ യാത്രയുടെ കൺട്രോൾ ആരാ? തേരക. പോക്കും രീതിയും ഒക്കെ കണ്ടാൽ വിളിച്ചത് ആരെയാന്ന് തോന്നും? വിളി കേട്ടതാരാ? ലീഡ് ചെയ്യുന്നത് ആരാ? തേജോമയനായ ദൈവത്തെ കണ്ടവൻ എന്തിയെ? ആത്മീക ലോകത്ത് ഇപ്പൊ ഇതല്ലേ നടക്കുന്നേ. അതുകൊണ്ടല്ലേ മുഴുവൻ പ്രശ്നമല്ലേ. എന്നെ ആർക്കും വലിയ അനക്കമൊന്നും ഇല്ലാതിരിക്കുന്നേ. അല്ല, അനങ്ങിട്ടും വലിയ കാര്യം. നാളെ പറഞ്ഞ് നമ്മുടെ ഇവിടെ നിന്ന് അനങ്ങിട്ട് എന്നെ എടുക്കാനാണ്. അല്ല, വിളി കേട്ടവന് മിണ്ടാൻ മേല. വിളി കേട്ടവനൊന്നും ചെയ്യാനും പറ്റുന്നില്ല. വിളി കേട്ടവനെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കുന്നുമില്ല. ഇപ്പൊ എല്ലായിടത്തും അല്ല, ചില സഭകളിലാണെങ്കിലും വിളി കേട്ട ഉപദേശി മിണ്ടാതിരിക്കുക കമ്മിറ്റിയാ തീരുമാനിക്കുന്നത്. ഉപവാസ പ്രാർത്ഥന വേണോ, എത്ര ദിവസം വേണം, ആരെ വിളിക്കണം, എത്ര നേരം വേണം, രാവിലെ എപ്പം തുടങ്ങണം, എപ്പം അവസാനിപ്പിക്കണം, വൈകിട്ട് വേണോ വേണ്ടയോ, ഭക്ഷണം കൊടുക്കണോ
കൊടുക്കുകയാണെങ്കിൽ കഞ്ഞിയാന്നോ പയറാന്നോ, അപ്പോൾ ഒരു പക്ഷം പറയും സാമ്പാറോ അവിയലും അത് വേണ്ട, തർക്കമാ. കാരണം വിളി കേൾക്കാത്ത ഒത്തിരി എണ്ണ ഇതിനകത്ത് കയറി. അവരായി ഇപ്പൊ കൺട്രോൾ മുഴുവൻ. സ്നാനം നടത്തണമെങ്കിൽ നമുക്ക് ആറ്റിൽ പോയി നടത്തണോ, തോട്ട് നടത്തണോ, അതോ ഇവിടെ തന്നെ കുഴി കുത്തി നടത്തണോ? ഇനി ഒരാൾ സ്നാനപ്പെടുന്ന പുള്ളിയെ മുക്കണോ, നമുക്ക് പുള്ളിയെ എടുക്കണോ? ഇപ്പൊ മെമ്പർഷിപ്പിന് ചെന്നാൽ നമ്മൾ ഭയങ്കര അന്വേഷണം, എൻക്വയറി ചെയ്യാം. എവിടാ വീട്, ജോലി എന്നതാ, നേരത്തെ എവിടെ ആയിരുന്നു, ഇതെല്ലാം ബന്ധപ്പാടാണ്. നമ്മൾ വഴിയിലെല്ലാം നിന്ന് പ്രസംഗിക്കുന്നത് ഒരാത്മാവ് ഭൂലോകത്തേക്കാൾ, അയ്യോ ആത്മഭാരം കയറിയിട്ട് ഒരു തരത്തിൽ വയ്യ. ഒരാത്മാവ് എന്ന് പറയാ, എന്നെയും കൂടെ നിങ്ങളുടെ കൂടെ ഒന്ന് ചേർക്കണേ. മനസ്സിലാകാഴിയാണോ എന്നെ പൊട്ടം കളിപ്പിക്കുകയാണോ? സ്തോത്രം. അല്ല, ഞാൻ ആരെയും വിധിച്ചതല്ല, തന്നെത്താൻ നമ്മൾ ശോധന ചെയ്യേണ്ട കാര്യമാണ്. ചില സഭകളിലൊക്കെ പാസ്റ്റർമാര് സ്റ്റാമ്പായിട്ടിരിക്കുക, മിണ്ടാനൊക്കത്തില്ല. സമയത്ത് ഇങ്ങോട്ട് വരിക, മൈക്ക് എടുക്കുക, പ്രാർത്ഥിച്ച് യോഗം ആരംഭിക്കുക, ഒടുവിൽ ആശീർവാദം. കൺട്രോൾ മുഴുവൻ പലരാ. അതും നല്ല ആത്മീയര് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നല്ലതാ. ആത്മീയരല്ല മിക്കയിടത്തും, ജഡീകന്മാരാ, ഗുണ്ടകളാ, അതെ, പ്രാകൃതന്മാരാ. അതെ, മിക്കയിടത്തും 98% ഇടത്തും. അതെ, ഒന്നും മിണ്ടാൻ മേല. വിളി കേട്ടവൻ മിണ്ടാതിരിക്കുക, വിളി കേൾക്കാത്ത മൂപ്പിലായാൽ ലീഡ് ചെയ്യുന്നത്. അത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഹാരാരി വന്നപ്പം ഇങ്ങേര് തീർന്നു, തേരകൻ. അതുകൊണ്ടാണ് ദൈവം 12-ാം അധ്യായത്തിൽ പറഞ്ഞത്, വീണ്ടും പറയുകയാ അബ്രഹാമിനോട്, നീ നിന്റെ ദേശവും ചാർച്ചയും പിതൃഭവനത്വവും പുറപ്പെടാൻ പറഞ്ഞു. ഒരു കാര്യം ദൈവമക്കളോട് പറയാം, ദൈവം കഴിഞ്ഞാൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പ് കഴിഞ്ഞാൽ ആ സഭയുടെ ശുശ്രൂഷകൻ ദൈവകൃപയിൽ നിന്ന് പ്രാർത്ഥിച്ച് വേണം ലീഡ് ചെയ്യാൻ. അതിനകത്ത് വേറെ ആരും കയറി കൈകടത്തരുത്. ഞാൻ പറയാറുണ്ട്, ആത്മീക ശുശ്രൂഷയ്ക്ക് ഒരു കമ്മിറ്റിയും കയറി കൈകടത്തരുത്. പാസ്റ്റർ ചിലപ്പോ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും ദൈവം ഒരു നിയോഗം കൊടുക്കുന്ന ഉപവാസ പ്രാർത്ഥന നടത്താൻ. അദ്ദേഹം ചിലപ്പോൾ എഴുന്നേറ്റിച്ച് പറയും അടുത്ത ആഴ്ച ഉപവാസ പ്രാർത്ഥന. ഉടനെ കമ്മിറ്റി കയറി, നേരത്തെ കമ്മിറ്റി ചർച്ച ചെയ്തില്ലല്ലോ. ചർച്ച ചെയ്താൽ നീ ഉപവസിക്കുവോ 3 ദിവസം? ഇല്ല. നീ ഒരു നേരമെങ്കിലും വരുവോ? ഇല്ല. തീരുന്ന ദിവസം നീ വരും, വന്നാലും നീ അകത്ത് കയറുകയല്ല, വെളിയിൽ പമ്മി നടക്കുക. ഇവിടുത്തെ കാര്യമല്ല, പൊതുവിലായി പറയാൻ. ഇവിടെ ഇല്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ടല്ലേ പറയുന്നേ. സ്തോത്രം. കൂടെ ഇല്ലെന്ന് എന്നോട് പറയണ്ട. എന്നാലും എന്തെങ്കിലും വിഷം കാണും. പിന്നെ സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവിന്റെ നിയന്ത്രണത്തിൽ നടത്തിപ്പുകാർക്ക് കീഴ്പ്പെട്ട് വേണം പോകാൻ. എന്നാൽ ധനപരമായ കാര്യം, മറ്റ് ഭൗതിക വിഷയങ്ങൾക്ക് ഒരു ധാരണയും കാര്യങ്ങളും ആലോചിക്കുന്നത് നല്ലതാ, തെറ്റില്ല. ആത്മീക ശുശ്രൂഷയ്ക്ക് ഒരു കമ്മിറ്റി നിയന്ത്രണം വരുത്തരുത്. ഞാൻ പൊതുവിൽ അങ്ങ് പറയുക, പ്രശ്നമാകും, അത് പ്രശ്നമാകും. ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ ശബ്ദം കേട്ടവൻ, ദൈവത്തെ കണ്ടവൻ, തേജോമയനായ ദൈവത്തെ കണ്ടവൻ വേണം ഇത് നിയന്ത്രിക്കാൻ. പക്ഷേ ഈ യാത്രയുടെ മുഴുവൻ കൺട്രോളും തേരകിന്റെ കയ്യിലായിരുന്നു. അല്ല, തേരക് ഇവരെ കൂട്ടി, അങ്ങനെ എഴുതിയേക്കുന്നത്, ഇവരെ കൂട്ടി കനാനിലോട്ട് പോവുകയാണ്. കനാനിലോട്ട്. അത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തേരകന് കനാനിൽ പോകാനൊന്നും ഒത്തില്ല. പുള്ളി തീർന്നു. പിള്ളേരുടെ ഭാഷ പറഞ്ഞ ഇടയ്ക്ക് വെച്ച് വെടി തീർന്നു. പിള്ളേർക്ക് ഒരു സന്തോഷം പറയട്ടെ, അവനൊക്കെ ചുമ്മാതിരിക്കുക. ഇപ്പൊ സന്തോഷം വന്നില്ലേ, വെടി തീർന്നെന്ന് പറഞ്ഞു. അവരെ നമ്മൾ ഉൾക്കൊള്ളണ്ടേ? പിന്നെ സ്തോത്രം. മോളെന്തോ അടി പറയാന്ന്, വെടി തീർന്നെന്നാന്ന്. എന്തുവാ മോളെ പറഞ്ഞ? അവളെന്തുവാ പറഞ്ഞു? അങ്ങോട്ട് പറഞ്ഞായിരുന്നല്ലോ, കേട്ടില്ല. അത്ര അടുത്തിരുന്ന് കേട്ടില്ല. ഞാൻ കേട്ടല്ലോ ഇവിടെ ഇരുന്നുണ്ട്. അതിൽ അവളെ സഹായിക്കുന്നുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ.
അപ്പൊ ഒരു കാര്യം പറയാം, യാത്രയുടെ കൺട്രോള് വിളി കേട്ടവനായിരിക്കണം. അത് വീടാന്നേലും സഭയാന്നേലും നാടാന്നേലും ദൈവശബ്ദം കേട്ടവൻ വേണം മുന്നിൽ നിൽക്കാൻ. ദൈവത്തെ കണ്ടവൻ വേണം മുന്നിൽ നിൽക്കാൻ. അവൻ മുന്നിൽ നിന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ യാത്ര സുഖമായിരിക്കും. യാത്രയിലുള്ള സകല പോരാട്ടവും ദൈവം മാറ്റിത്തരും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. മുഴുവൻ വിഷയവും ദൈവം പരിഹരിച്ചു തരും. അങ്ങനെ അബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിച്ചു. അബ്രഹാമിന്റെ വിളിയെപ്പറ്റി വേദപുസ്തകത്തിൽ വിളിയെപ്പറ്റി ഒരു പദം കൊടുത്തിരിക്കുന്ന അവനെ ഏകനായിട്ട് വിളിച്ചെന്ന നെഹമ്യാ 9:7. പെട്ടെന്ന് വായിച്ചു. നമുക്ക് അറിവുള്ള വാക്യമാണ്, അതുകൊണ്ട് ചടിയാടാന്ന് വായിക്കാമല്ലോ. യെശയ്യാവ് 51:2 ആദ്യം വായിച്ചേ. യെശയ്യാവ് 51:2. നിങ്ങളുടെ പിതാവായ അബ്രഹാമിലേക്ക് നിങ്ങളെ പ്രസവിച്ച സാറയെങ്കിലേക്ക് തിരിഞ്ഞു നോക്കുവീൻ, ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ചെന്ന. അബ്രഹാമിന്റെ വിളിയെ പരാമർശിക്കുന്ന പദം അബ്രഹാമിനെ ദൈവം ഏകനായിട്ട് വിളിച്ചു. ദൈവം വിളിക്കുന്നതെല്ലാം ഒറ്റയ്ക്കൊറ്റയ്ക്കാണ്. ദൈവം ആരെ വിളിച്ചോ, എപ്പോൾ വിളിച്ചോ, എവിടെ വെച്ച് വിളിച്ചോ, അതെല്ലാം പേഴ്സണലായിട്ടാണ് ദൈവം വിളിക്കുന്നത്. ഇന്ന് രാത്രിയും ആമേൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, കൂടപ്പെട്ടവരോട് ഓർപ്പിക്കട്ടെ, ദൈവം വിളിക്കുന്നത് വ്യക്തിപരമായിട്ടാണ്. ചില ആൾക്കാർ സാക്ഷി പറഞ്ഞ് ഞാൻ കേട്ടോണ്ട് എന്നെ അച്ചായനെയും പിള്ളേരെയും കൊണ്ട് ദൈവം വിളിച്ചെന്ന്. ചുമ്മാ പറ. എന്നെ മേരിക്കുട്ടിയെയും പിള്ളേരെയും കൊണ്ട് ദൈവം അറിഞ്ഞ കേസല്ല. അങ്ങനെ മൊത്തത്തിലൊന്നും വിളിക്കുകയല്ല. നമ്മളെ ചിലരോട് ചോദിക്കല്ലേ, അമ്മാമ എങ്ങനെ അതിനകത്ത് വന്ന? എന്റെ ഭാഷ എന്നെ എന്റെ ദൈവം വിളിച്ചതാ. അച്ഛൻ എങ്ങനെയാ വന്നത്? ഓ, അതൊന്നും പറയാതിരിക്കുന്ന അല്ല. എന്നാലും എന്തിനാ ഇതൊക്കെ നീ? അല്ല എന്നാലും എങ്ങനെ? എന്റെ ഭാഷ അവൾ ആദ്യം ഇറങ്ങിയ കാലം മുതൽ അങ്ങ് വിളിയോട് വിളി സ്വസ്ഥത തരികയല്ല. ഇവിടെ ഒരു ഉപദേശം ഉണ്ട്, അയാൾ എപ്പോ കണ്ടാലും അങ്ങ് വിളിക്കും. ഈയിടെ അടിമാലി ചന്തയെ വെച്ചിട്ട് വാച്ച എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ തീരുമാനിച്ചപ്പോഴേ പ്രായമായി, ശരീരത്തിന് ക്ഷീണമായി, പിള്ളേരും അടുത്തില്ല. എന്നാ ഇനി പോകുമ്പോ എല്ലാവരും കൂടെ ഒരു സ്ഥലത്ത് പോകാം. അങ്ങനെ ഞാനും വന്നിരിക്കുക. അതാണ്ടിരിക്കുന്ന എന്നാന്ന് വെച്ചാൽ ചെയ്യാം. പുള്ളിയും വന്ന് 1 മണി വരെ കുത്തിയിരിക്കുക. ദൈവം വിളിച്ചതല്ല. ദൈവം വിളിച്ചവനെ കണ്ടാൽ അറിയാം. അവൻ ആരാധനയ്ക്ക് വന്നാൽ അറിയാം. അവന്റെ ഇരിപ്പും നോട്ടവും സംസാരവും കയ്യടിയും പാട്ടും പ്രാർത്ഥനയും പ്രകൃതവും രീതിയും കാണുമ്പോൾ അറിയാം ഇവനെ ദൈവം വിളിച്ചതാണ്. അതിന് പറയുമൊന്നും വേണ്ട. എന്നെ ദൈവം വിളിച്ചതാണെന്നൊന്നും വിളിച്ചു പോവൊന്നും വേണ്ട. നിന്നെ കാണുമ്പോൾ അറിയാം നിന്നെ ദൈവം വിളിച്ചതാണോ ഇല്ലയോ എന്ന്. വഴിയെ കൂടെ എന്നെ ദൈവം വിളിച്ചെന്ന് പറഞ്ഞ് പുലമ്പി നടക്കുകയും വേണ്ട. നിന്നെ കാണുമ്പോൾ അറിയാം നിന്നെ ദൈവം വിളിച്ചതാണ്. നിന്റെ സംസാരം കേൾക്കുമ്പോൾ അറിയാം, ഇടപാട് കാണുമ്പോൾ അറിയാം, സമീപനം കാണുമ്പോൾ അറിയാം, നിന്റെ രീതി കാണുമ്പോൾ അറിയാം, നിന്റെ ജീവിതക്രമം കാണുമ്പോൾ അറിയാം നിന്നെ ദൈവം വിളിച്ചതാണ്. അതെ, അതിന് വിളിച്ചു പോവൊന്നും വേണ്ട. 82 ദൈവം എന്നെ വിളിച്ചു, ഹല്ലേലൂയ, കണ്ണുമെല്ലാം കറങ്ങി. അതിന്റെ ഒന്നും ആവശ്യമില്ല. ദൈവം വിളിച്ചതാണെന്ന് നിന്റെ വീട്ടുകാർക്കറിയാം. പപ്പായെ ദൈവം വിളിച്ചതാ, മമ്മിയെ ദൈവം വിളിച്ചത് കൊച്ചുങ്ങൾക്ക് അറിയാം. പറയൊന്നും വേണ്ട. എടാ എന്നെ ദൈവം വിളിച്ചതാ, നിനക്ക് അറിയത്തില്ല, പറയണ്ട. അവരിങ്ങോട്ട് പറയുമല്ലോ, മമ്മിയെ ദൈവം വിളിച്ചതാ ഞങ്ങൾക്ക്. അതിനാ മമ്മിയുടെ സംസാരം രീതി, വീട്ടിലെ പ്രാർത്ഥന രീതികള്, ഇടപാട്, സമീപനം ഒക്കെ പിള്ളേര് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും പിള്ളേരോട് പറയണ്ട, പിള്ളേര് ഇങ്ങോട്ട് പറയും ദൈവം വിളിച്ചതാണ്. നമ്മളും പറയാം, വിളിച്ചു പോവൊന്നും വേണ്ട. മൈക്ക് വെച്ച് കൊട്ടി കോഷിക്കൊന്നും ദൈവം എന്നെ വിളിച്ചടാ. പിള്ളേര് പറയും എന്റെ പപ്പായെ ദൈവം വിളിച്ചതാ. അതിന്റെ സംസാരവും രീതി, ഇടപാടും ആ പോക്കും വരവും ഒക്കെ കാണുമ്പോൾ അറിയാം ദൈവം വിളിച്ചതാണ്. ദൈവം വിളിച്ചവനെ കണ്ടാൽ അറിയാം. ശുശ്രൂഷകന്മാരും പറയണ്ട ദൈവം വിളിച്ചെന്ന്. കൂടെ ചെല്ലു പറയണ്ട, നിങ്ങൾക്ക് അറിയത്തില്ല എന്നെ ദൈവം വിളിച്ചതാണ് അടിമാലി എന്ന്, മന്നാൻ കണ്ടെത്തി തന്നെ നിങ്ങൾക്ക് അറിയത്തില്ല. ഒരു ഗീർവാണവും പറയണ്ട. സഭാവിശ്വാസികൾക്ക് കാണുമ്പോൾ അറിയാം ദൈവം വിളിച്ചാണോ ഇല്ലയോ എന്ന്. ആ രീതിയും സംസാരവും ശുശ്രൂഷയും പ്രകൃതിയും ഇടപാടും സമീപനം കാണുമ്പോൾ എല്ലാവർക്കും പിടികിട്ടും ദൈവം വിളിച്ചത് ആരെയാണ്. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിനെ ദൈവം വിളിച്ചതിനെ പറ്റി ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ചു. അങ്ങനെ പറയാൻ കാര്യം, അബ്രഹാമിന്റെ കുടുംബം ഒരു വലിയ മഹാകുടുംബമാണ്. ഏതാണ്ട് 1800 ശിഷ്ടം അംഗങ്ങളുള്ള ബൃഹത്തായ മഹത്തായ ഒരു വലിയ കുടുംബമാണ് അബ്രഹാമിന്റെ കുടുംബം. എന്നാൽ ഒരു കാര്യം പറയട്ടെ, ആ കുടുംബത്തിൽ നിന്ന് തേജോമയനായ ദൈവം ഏകനായിട്ട് അബ്രഹാമിനെ വിളിച്ചു വേർതിരിച്ചു.
ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നിങ്ങളുടെ കുടുംബം ആൾബലമുള്ള കുടുംബമായിരിക്കാം, അംഗസംഖ്യയുള്ള കുടുംബമായിരിക്കാം, വലിയ മഹാകുടുംബമായിരിക്കാം. ചിലര് പുസ്തകമൊക്കെ എഴുതുമ്പോൾ എഴുതിയിട്ടുണ്ട് മഹാകുടുംബം. അങ്ങനെ ഞാൻ ഒരു പുസ്തകം വായിച്ചത് എല്ലാം പറയാൻ ഒക്കത്തില്ല. ആ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു പദം ഇപ്പോഴും എന്റെ ഓർമ്മയിലുണ്ട്. സ്തോത്രം, പകലൂ മറ്റം മഹാകുടുംബത്തിൽ താഴോട്ടുണ്ട് ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല, വെറുതെ അത് നിർത്തുകയാണ്. വലിയ മഹാകുടുംബം. ഞാൻ കുടുംബത്തെ ഇകഴ്ത്തി പറഞ്ഞതല്ല, ആയിക്കോട്ടെ. അബ്രഹാമിന്റെ കുടുംബം ഒരു വലിയ മഹാകുടുംബമാണ്. അന്നത്തെ കാലത്ത് ശ്രേഷ്ഠ കുടുംബത്തിൽപ്പെട്ടയാളാ അബ്രഹാം. ദൈവം വിളിച്ചപ്പോൾ അതൊന്നും വലുതായി കണ്ടില്ല, ഇറങ്ങി. 1800 ശിഷ്ടം അംഗങ്ങളുള്ള വലിയ കുടുംബം. ആ കുടുംബത്തിൽ നിന്ന് ഒരുത്തനെ ദൈവം വിളിച്ചു. ദൈവം വിളിച്ചപ്പോൾ കുടുംബത്തിന്റെ മഹിമ വലുതായിട്ട് കണ്ടില്ല, അത് ഇട്ടേച്ച് അബ്രഹാം ഇറങ്ങി. നമ്മളെ ദൈവം വിളിച്ച് ഊപ്പാട് വന്നിരിക്കുക. ഇപ്പോൾ നമ്മൾ കുടുംബത്തിന്റെ മഹിമ പറഞ്ഞ്, ദൈവമേ അങ്ങനൊന്നും ഇറങ്ങാനൊക്കത്തില്ല, ദൈവം ഉദ്ദേശിക്കും പോലൊന്നുമല്ല ഞങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞ. പിന്നെ ദൈവം അങ്ങനെ മേളിയിരുന്ന് പറഞ്ഞാൽ മതി, വാടാ കറിയാച്ചാ നീ അങ്ങനൊന്നും ഇറങ്ങാൻ. കുടുംബക്കാരെ നോക്കണമെന്ന്. കുടുംബത്തിലൊരു കാര്യം ഉണ്ടായാൽ പോകുക എടുക്കുകയും ചെയ്യണം. അങ്ങനെ ചുമ്മാ ഒന്നും ചാടി പെന്തിക്കോസ് വരാനൊന്നും ഒക്കത്തില്ല. ഞങ്ങൾക്ക് അറിയാം ഇതൊക്കെ സത്യമാണെന്നൊക്കെ അറിയാം. പക്ഷെ അങ്ങനെ പിന്നെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കുമല്ലോ. കേൾക്കും. പ്രാർത്ഥിച്ചില്ലേലും കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അബ്രഹാമിന്റെ കുടുംബം ഒരു വലിയ കുടുംബമാണ്. ആ കുടുംബത്തിൽ നിന്ന് ദൈവം വിളിച്ചപ്പോൾ ഏകനായിട്ട് ഇങ്ങ് പോകുന്നു. സ്തോത്രം. 2, അബ്രഹാമിനെ പറ്റി പഠിക്കുമ്പോൾ കൽദയ ജാതിയ, കൽദായ ജാതിയ, ജാതിയിൽ വളരെ ഉന്നത നിലവാരം പുലർത്തുന്നതാ കൽദായ ജാതി. ആരെയും കൂസുന്നവരല്ല, ആരെയും വകവെച്ച് കൊടുക്കുകയല്ല. മാത്രമല്ല കൽദയ ജാതിയെ പറ്റി ഭയങ്കര വിദ്യാനിപുണന്മാരാ. അതുകൊണ്ടാണല്ലോ ബാലകന്മാരെ പിടിച്ചുകൊണ്ട് പോയപ്പോ കൽദയരുടെ വിദ്യയൊക്കെ അഭ്യസിപ്പിച്ചത്. വിദ്യാനിപുണന്മാരാ, ഗണിതശാസ്ത്രത്തിലൊക്കെ അഗാധ പാണ്ഡിത്യമാണ്. എല്ലാ കാര്യത്തിലും ഉന്നത വിദ്യാഭ്യാസ നിലവാരമുള്ളവരാ കൽദയ ജാതി. ആ ജാതിയിൽ നിന്ന് അബ്രഹാമിനെ ദൈവം വിളിച്ചത്. മാത്രമല്ല അബ്രഹാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ മെസപ്പൊട്ടോമിയയിൽ നിന്നാ, ലോക സംസ്കാരത്തിൽ നമ്പർ 1 മെസപ്പൊട്ടോമിയ. സംസ്കാര സമ്പന്നമായ മെസപ്പൊട്ടോമിയ എന്നാ ഇറങ്ങി വന്നത്. നമുക്ക് ഇപ്പോൾ അയച്ചിര സംസ്കാരമൊക്കെ, പിന്നെ ഇപ്പോൾ അയച്ചിര എന്തേലും ഉണ്ടേല് ഒരു 100 കൊല്ലത്തെ മുമ്പ് നമ്മുടെ സംസ്കാരം ഒന്നും എന്തിനാ മലന്ന് കിടന്ന് തുപ്പിയാ മോന്തയ്ക്ക് വീടും, മിണ്ടാതിരിക്കുന്ന നല്ലത്. ഇപ്പോൾ ആ 10 പുത്തനും ഒരു ചൊവ്വുള്ളൊരു പെരയും ഒരു വണ്ടിയും നല്ല 2 ഷർട്ടും ഒരു ഷൂസും ഒക്കെ ഇപ്പോഴാ. അതെ, ഇപ്പൊ പിന്നെ നമ്മുടെ പഴയ പരുവക്കേടെല്ലാം മാറി. ഇച്ചിരി പപ്പും തൂവലും ഒക്കെ വന്നതിന്റെ അഹങ്കാരം ഇല്ലാതെ ഇല്ല. സ്തോത്രം. ഇപ്പൊ നമുക്കൊന്നും അങ്ങോട്ട് പിടിക്കുന്നില്ല. കിച്ചണിന് സൗകര്യമില്ല മാമേ. നേരത്തെ എങ്ങനെയായിരുന്നു കിച്ചൺ? പറയാതിരിക്കുന്ന നല്ലത്. മണ്ണ് കൊണ്ട് ഇഷ്ടിക ഉണ്ടാക്കി അത് അടുക്കി പാതകം ആക്കി അത് ആഴ്ച 2 പ്രാവശ്യം പറ മെഴുകി 3 കല്ല്, അപ്പറ ചെറിയ 3 കല്ല്, കൊച്ചടുപ്പും വലിയടുപ്പും. പിന്നെ മുളയോ അല്ലെങ്കിൽ ഇരുമ്പിന്റെ കുഴലോ അല്ലേ, ഒന്നേ ഈറയുടെ, അല്ലെങ്കിൽ ചില വീട്ടിൽ ഇരുമ്പിന്റെയാ അല്ലേ. ഇപ്പോഴോ വെടിവെക്കുക, വെടിവെക്കുമ്പോ കത്തുക.
പഴയ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല, നാളെയും യോഗം ഉള്ളത് കൊണ്ടാണ്. ഇന്ന് രാത്രി കൊണ്ടായിരുന്ന ഞാൻ എല്ലാം പറഞ്ഞു വെച്ച് പോയാൽ. സ്തോത്രം. നാളെ പകലും വൈകിട്ടും ഉണ്ട്, നാളെ പകലും വൈകിട്ടും ഉണ്ട്. ഇന്ന് തീരാത്തതൊക്കെ നാളെയാ തീർക്കുന്നത്. നമുക്ക് വൈകിട്ട് 9 നിർത്താം. നാളെ ആൾക്കാർ വരണ്ടേ? അല്ല, അവര് പറയും അയാൾക്ക് ബോധമൊന്നും ഉള്ളവനല്ല, അയാൾക്ക് വയ്യെന്ന് പറഞ്ഞാൽ അയാൾ ഇരുന്നോണ്ട് 10 മണി വരെ എടുത്തെന്ന് പറയും. അപ്പൊ അത് വേണ്ട, 9 നിർത്തും ഇന്ന്. ബാക്കി നാളെ നിങ്ങളെ വൈകിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഓർക്കുമ്പോ എനിക്ക് ശരീരത്തിന് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഇന്നലെയൊക്കെ ഇരുന്നോണ്ടാ നിൽക്കുമ്പം ഈ ഞരമ്പിനങ്ങ് വേദനയും, ഇത് ഏണിന്റെ ഇവിടെ മുതൽ വേദനയും, കാലില്ല പ്രയാസം. അതുകൊണ്ട് കഴിഞ്ഞ ദിവസമൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ദൈവത്തിന് മഹത്വം. ആ ഭാഗം പറഞ്ഞങ്ങ് നിർത്താം. അപ്പോൾ അബ്രഹാം ഇറങ്ങിയത് ചെറിയ കാര്യമല്ല. 1, അംഗബലമുള്ള വലിയ കുടുംബം. 2, ജാതിയിൽ ശ്രേഷ്ഠര കൽദയ ജാതി. 3, സംസ്കാര സമ്പന്നമായ മെസൊപ്പൊട്ടോമിയ. 4, പട്ടണത്തിൽ ജീവിച്ചയാളാ. ഊരെന്ന പട്ടണം, നഗരജീവിതം നയിച്ചയാളാ. അവിടുന്ന് ഇറങ്ങി. വിദ്യാ നിപുണരാ കൽദയര്, നല്ല വിദ്യാഭ്യാസം, സ്വത്തുമുള്ളവരാ. അപ്പം ഇതെല്ലാം വിട്ടേച്ചാ അബ്രഹാം ഇറങ്ങിയത്. സ്വത്തുണ്ടായിരുന്നു, വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, കുടുംബശ്രേഷ്ഠത ഉണ്ടായിരുന്നു, സംസ്കാരം ഉണ്ടായിരുന്നു, നഗരജീവിതമായിരുന്നു, എന്തെല്ലാം ക്വാളിറ്റി. ഇത് ഒന്നുമില്ലാതിരുന്ന നമ്മുടെ ആ ഇരിപ്പും ക്രെഡിറ്റും ഒക്കെ കണ്ടാൽ പക്ഷെ ഞാൻ ഇവിടെ നിന്നും വന്നിരിക്കേണ്ട ആളെ, പിന്നെ ഞാൻ ഇങ്ങനെ വന്നങ്ങ് ഇരിക്കുന്നേ, ഞാൻ ഈ ഹോളിലും വന്നിരിക്കേണ്ട ആളെ. സ്തോത്രം. ഈ ചിലരുടെ ആ ഈ അഹങ്കാരവും ഡിമ്പും ഒക്കെ കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോ ഞാൻ പിന്നെ ഒന്നും പറയത്തില്ല. കാണുമ്പോ അങ്ങ് സങ്കടവും ഉണ്ട്, എനിക്ക് ചിരിയും വരും. സ്തോത്രം. നമുക്ക് അങ്ങനെ വലിയ പ്രശംസയ്ക്ക് വകയൊന്നുമില്ലായിരുന്നു. ഇല്ല, ഏറ്റവും താഴെ കിടന്നവരാ. എന്നാൽ യേശു നമ്മളെ രക്ഷിച്ചു. വല്ലതും പുകഴാനുണ്ട് കാൽവറി ക്രൂശിലാണ്. ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, ഇതെല്ലാം ക്വാളിറ്റിയും വിശേഷതകളുള്ള അബ്രഹാം ദൈവം വിളിച്ചപ്പോൾ ഇത് വലുതായി കണ്ടില്ല. അത് ത്യജിച്ച് ഉപേക്ഷിച്ച് വിട്ടേച്ച് അബ്രഹാം ഇങ്ങ് ഇറങ്ങി. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിന്റെ കുടുംബശ്രേഷ്ഠത നിന്നെ രക്ഷിക്കത്തില്ല. നിന്റെ വിദ്യാ നിപുണത നിനക്ക് രക്ഷ തരത്തില്ല. നിന്റെ ആൾബലം നിന്നെ രക്ഷിക്കത്തില്ല. കായബലം നിന്നെ രക്ഷിക്കത്തില്ല. പൊളിറ്റിക്കൽ ബലം അത് നിന്നെ രക്ഷിക്കത്തില്ല. സാമുദായിക ബലം അത് നിന്നെ രക്ഷിക്കത്തില്ല. നിന്റെ വിദ്യാഭ്യാസം ഇതെല്ലാം നല്ലതാ, പക്ഷെ നിന്നെ രക്ഷിക്കത്തില്ല. നിന്റെ കരുത്ത് നിനക്ക് രക്ഷ തരത്തില്ല. നിന്നെ രക്ഷിക്കാൻ പറ്റിയ ഒരേ ഒരു വഴിയും ഒരേ ഒരു മാർഗവും ഒരേ ഒരു വ്യക്തിയും കർത്താവാകുന്ന യേശു ക്രിസ്തു. മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷപ്പെടാൻ ഒരേ ഒരു വഴി യേശു ക്രിസ്തു മാത്രമാണ്. അബ്രഹാം ഇതെല്ലാം വിട്ടേച്ചിങ്ങി ഇറങ്ങി. അതിന് അബ്രഹാം ഈ കായബലം, കുടുംബശ്രേഷ്ഠത, വിദ്യാനിപുണത, സമ്പത്ത്, നഗരജീവിതം, അതുപോലെ സംസ്കാര സമ്പന്നത, അതുപോലെ സമ്പത്ത്, ഇതെല്ലാം വിട്ടേച്ചിങ്ങി ഇറങ്ങി. ഇതൊന്നും വലുതായിട്ട് കണ്ടില്ല അബ്രഹാം. കാരണം എന്നാന്നറിയാമോ? അബ്രഹാം തേജോമയനായ ദൈവത്തെ കണ്ടു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഞാനും നിങ്ങളും തേജോമയനായ ദൈവത്തെ കണ്ടാൽ ഇന്ന് നമ്മൾ വലുതായി കാണുന്ന പലതും നമുക്ക് ചെറുതായി തോന്നും. അതെ, തോന്നും. പക്ഷെ പരമാർത്ഥം ഞാൻ പറയട്ടെ, പരമാർത്ഥം ഞാൻ പറയാം. പിണങ്ങരുത്, ഉടക്കരുത്, നാളെ വരാതെ ഇരിക്കരുത്. നമ്മൾ ഇതുവരെ ദൈവത്തെ കണ്ടിട്ടില്ല. ഇല്ല. നിങ്ങൾ ഇണങ്ങിയാലും കൊള്ളാം, പിണങ്ങിയാലും കൊള്ളാം. ഏതാണ്ട് ഇച്ചിരി വെട്ടം കണ്ടെന്നല്ലാതെ പണ്ട് കണ്ണുപൊട്ടന്മാരെല്ലാം കൂടെ ആനയെ കാണാൻ പോയതുപോലെ പറഞ്ഞു തൂണ
പോടാ. ആര് പറഞ്ഞു? അവൻ കാലിന്റെ അവിടെ ചെന്നാ തൊട്ടത്. ഇവിടുത്തെ പറഞ്ഞു മൊറവാ അല്ലേ? നമ്മളിങ്ങനെ ദൈവത്തെ പറ്റി പറയുന്നു. ഇവിടുത്തെ പറഞ്ഞ് നീണ്ട പാലം പോലെ. ഞാൻ കണ്ടതല്ലേ, തോട്ടമല്ലേ? ഇതല്ലേ നമുക്കും പറ്റിയേക്കും. നമ്മൾ ആരും ശരിക്കും ദൈവത്തെ കണ്ടിട്ടില്ല. ഇല്ല, കണ്ടെന്നൊക്കെ നമ്മൾ സാക്ഷി പറയും. ഞാൻ 82 കർത്താവിനെ കണ്ടു, ചുമ്മാ മോങ്ങുന്നതാ. ഒരു തെളിവ് തരാം. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയായി പറയുന്നത്. അല്ല, നിങ്ങൾ ചിന്തിക്കരുതടാ, വണ്ടിക്കൂലി മുടക്കി വളരെ ബന്ധപ്പെട്ട് ചെന്നപ്പോൾ അയാൾ നമ്മളെ ആക്ഷേപിച്ച് വിട്ടു. അയാൾ മാത്രം മിടുക്കനായിട്ട് ഒരു പരമവിശുദ്ധം കയറി കസാര ഇരുന്ന് നമ്മളെ എല്ലാം. ഇല്ലില്ല, ഒന്നാം പ്രതി ഞാനാ. നമ്മളാരും ഇതുവരെ ദൈവത്തെ കണ്ടിട്ടില്ല. ഏതാണ്ട് ഇച്ചിരി കേട്ടു, ഇച്ചിരി വെട്ടം എങ്ങാണ്ട് കണ്ടു. ഏതോ ഒരു ഭാഗം പൊട്ടക്കണ്ണം പോയതുപോലെ ഏതോ ഒരു ഭാഗം അതിന്റെ ചാട്ടമായി ചാടുന്നത്. നമ്മൾ ശരിക്കും ദൈവത്തെ കണ്ടിട്ടില്ല. നാളെ ബാക്കി പറയാം. ഒരു തെളിവ് തരാം. ദൈവസ്നേഹമാ. ദൈവം സ്നേഹത്തെ പറ്റി നിർവചനം പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം എല്ലാം പറഞ്ഞ പ്രശ്നമാ. ഒന്ന് പറയാം, സ്നേഹം എല്ലാം പൊറുക്കുന്ന. എല്ലാം പൊറുക്കുന്നുണ്ടോ? എല്ലാം വള്ളം പൊങ്ങിയതുപോലെ ഇരിക്കുന്നത്. നമ്മളാരും കാണേണ്ടതുപോലെ കണ്ടിട്ടില്ല. നേർക്ക് കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്ത നമ്മൾ അങ്ങനെ കാണാത്ത ദൈവത്തെ സ്നേഹിക്കുന്നേ. പുസ്തകത്തിലും അങ്ങനെ തന്നെ ആണല്ലോ. ദൈവം അങ്ങനെ തന്നെയല്ലേ പറഞ്ഞു. വീടിനോട് ചേർന്ന് പാർക്കുന്നവനെ കാണുന്നില്ലെന്നുള്ളത് അവനെ കാണുന്നില്ലെന്നല്ല, ആശയം മനസ്സിലാക്കണം. അവന്റെ കഥ, ബുദ്ധിമുട്ട്, ജീവിതചര്യ, പ്രാരാബ്ദം, ബന്ധപ്പാട്, അവന്റെ വ്യാകുലതയൊന്നും നമ്മൾ കാണുന്നില്ല. ഒന്നും കാണുന്നില്ല. എനിക്ക് നിങ്ങൾക്ക് വല്ല ആത്മഭാരം കയറി നമ്മൾ ആന്ധ്രയ്ക്ക് പോവുക. എന്തിനാ ആന്ധ്ര വരെ പോകുന്നേ? നമ്മുടെ വീടിന് തൊട്ടപ്പുറയുണ്ടല്ലോ. നാളെ വരുമോ? പിണക്കമുണ്ടോ? കൊച്ചാക്കാൻ പറഞ്ഞതല്ല. നമ്മുടെ അകത്ത് ആ ദൈവസ്നേഹം കയറണം. ദൈവസ്നേഹത്തിന്റെ പ്രത്യേകത, എന്നെ സ്നേഹിച്ചില്ലെങ്കിലും ഞാൻ സ്നേഹിക്കും, എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ ഇഷ്ടപ്പെടും. നമുക്കതുണ്ടോ? തെളിവ്. ഒരു കാലത്ത് ഈ മാർഗം നമുക്കിഷ്ടമല്ലായിരുന്നു. സുവിശേഷപ്രതി വെച്ച് നീട്ടിയപ്പോ തട്ടിയേച്ച് നമ്മൾ ഓടി. സുവിശേഷം പറഞ്ഞപ്പോൾ നമ്മൾ ആക്ഷേപിച്ചേച്ച് ഓടി. യോഗത്തിനും പ്രാർത്ഥനയ്ക്കും വിളിച്ചപ്പോൾ അവരെ പഠിച്ചേച്ച് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ഓടി. പോയവൻ അതിലെ അങ്ങ് പൊക്കോട്ടെന്ന് പറഞ്ഞ് യേശു പോയില്ല. ഞാനും നിങ്ങളും പോയ നമ്മുടെ പിന്നാലെ തേടി വന്നു, നമ്മുടെ പുറകെ വന്നു. അതാ ദൈവസ്നേഹം. പോയവൻ അതിലെ, എന്റെ ഭാഷയാ കേട്ടോ, അത്ര നല്ല ഭാഷയൊന്നുമില്ല. പോയവൻ അതിലെ ഒരു പോക്ക് പോകട്ടെ എന്ന് ദൈവം കരുതിയില്ല. നാം ത്യജിച്ചിട്ടും തട്ടിക്കളഞ്ഞിട്ടും ആക്ഷേപിച്ചിട്ടും ഉപേക്ഷിച്ചിട്ടും ത്യജിച്ചിട്ടും പോകാതെ നമ്മുടെ പുറകെ നമ്മളെ തേടി വന്നു. അതാ ദൈവസ്നേഹം. സ്തോത്രം. നാം ഇഷ്ടപ്പെടാതിരുന്നിട്ടും നമ്മളെ ഇഷ്ടപ്പെട്ടു. എന്നെ കേൾക്കുന്ന ബഹുമാന്യരെ, നമ്മളെ ഇഷ്ടപ്പെടാത്ത പലരും കാണും. പക്ഷെ നമ്മൾ അവരെ ഇഷ്ടപ്പെടണം. നമ്മളോട് മിണ്ടിയില്ലെങ്കിൽ അങ്ങോട്ട് കയറി മിണ്ടണം. ഇങ്ങോട്ട് കൈ തന്നില്ലെങ്കിൽ അങ്ങോട്ട് കയറി. ഞാൻ ചിലർക്കൊക്കെ കയറി കൈ കൊടുക്കും. ചിലർക്ക് എന്നോട് അങ്ങനെ വലിയ തൃപ്തിയില്ല. എന്നാലും ഞാൻ അവരെ കാണുമ്പോൾ എന്തുകൊണ്ട് വിശേഷം.
അത് നല്ല മനസ്സോടെ തന്നെ ഇപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ മുടിഞ്ഞു പോകാനല്ല, അല്ലല്ല. ദൈവമേ അവരെ അനുഗ്രഹിക്കണം, അവർക്ക് ആ സത്യം വെളിപ്പെടുത്തി കൊടുത്ത് നല്ല മനസ്സ് കൊടുക്കണം, അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. അല്ല ദൈവമേ അവനെ സന്ദർശിക്കണമേ, സ്വസ്ഥത കൊടുക്കരുത്, അധിക നാള് ഭൂമിയുടെ മേളിൽ, അയ്യോ അങ്ങനെ നമുക്ക് വ്യവസ്ഥയില്ല. അങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്യരുത്, അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അതാ ദൈവസ്നേഹം. മറ്റുള്ളവരെ കരുതുവാൻ, ആദരിക്കുവാൻ ഒരു നല്ല മനസ്സ് നമുക്കുണ്ടാകണം. ദൈവസ്നേഹം. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ദൈവം അനുവദിച്ചാൽ നമുക്ക് ബാക്കി, ഞാൻ മുഖവര പറഞ്ഞതുള്ളൂ, നാളെ പകലും വൈകിട്ടും. നമുക്ക് പകൽ എപ്പോഴായിരിക്കും തുടങ്ങുന്നത്? 10-ന്. എനിക്ക് ഒരു 11-ന് സമയം തരാൻ പറ്റുമോ? അപ്പൊ എത്ര വരെ പകലെടുക്കണം? ആട്ടെ, അപ്പൊ 11-ന് വന്നാൽ 12, 1, 2, 3 മണിക്കൂർ മതി. 3 പോരെ? 3 മതി പകൽ. വൈകിട്ട് എപ്പോഴായിരിക്കും? വൈകിട്ട് 7 മണിക്ക് സമയം എന്താ? ഒരു ഇതുപോലെ 9 ആകുമ്പോൾ നിർത്താം. വൈകിട്ട് കുറച്ച് മതി. അപ്പം ദൈവം അനുവദിക്കുകയാണെങ്കിലേ നാളെ പകലും വൈകിട്ടും നമുക്ക് ദൈവകൃപയെ ശരണപ്പെട്ട് ശേഷമുള്ള ഇതുപോലെ ശാന്തമായിട്ട്, വലിയ ബഹളവും വെപ്പറാളവും ഒന്നും വേണ്ട. സ്തോത്രം. കയറുന്ന കാര്യം അകത്ത് കയറി ഓരോ യോഗം കഴിയുമ്പം, ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയ, ഓരോ യോഗം കഴിയുമ്പം നമ്മുടെ സ്വഭാവത്തിനും ജീവിതത്തിനും മാറ്റം വരണം. അങ്ങനെ വരുമ്പോൾ ആ യോഗം വിജയിക്കുന്നത്. നമ്മൾ യോഗം വിജയിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഭയങ്കര ആളായിരുന്നു, അയ്യോ ബ്ലോക്ക് ആയിരുന്നെന്ന് അടിമാലി മുഴുവൻ. അത് വിജയമല്ല, നാട്ടുകാർ തെറി പറയുക. അതാണോ വിജയം? അത്യാവശ്യം ആശുപത്രിയിൽ പോകേണ്ടവനും കല്യാണത്തിന് പോകണവനെല്ലാം നമ്മൾ വണ്ടി കൊണ്ട് ബ്ലോക്ക് ആക്കി അവൻ നല്ലതാണെന്ന് പറയുന്നത്. ഡാഷ് ഡാഷ് എന്ന്, അതാണോ വിജയം? യോഗം വിജയിച്ചത്? ഭയങ്കര ഭയങ്കര ഓളിയമായിരുന്നു. പാട്ടുകാരും എന്തുമായിരുന്നു. അതൊന്നും അല്ല വിജയം. ആള് കണ്ടമാനം വരുന്ന നല്ല വിജയം. ആള് കൂടുന്നത് വിജയമാണെങ്കിൽ കുംഭമേളയ്ക്കാ വിജയം. അവിടെ ചവിട്ട് കൊണ്ട് ജാകുന്ന ആള് പോലും ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടില്ല. വണ്ടി കൂടുന്നതുമല്ല വിജയം. അങ്ങനെയാണെങ്കിൽ പമ്പയിലാ വിജയം. എന്ത് വണ്ടി അങ്ങോട്ട് പോകും? ആളല്ല വിഷയം, ആള് കൂടുന്നതല്ല, വണ്ടി കൂടുന്നതുമല്ല, സിസ്റ്റം കൊണ്ടുവന്ന് പ്രവർത്തിപ്പിക്കുന്നതൊക്കെ തെറ്റാന്നല്ല. യോഗത്തിന്റെ വിജയം 2, 5, 10 പേരെ ഉള്ളെങ്കിലും വരുന്നവരുടെ ജീവിതത്തിൽ യോഗം കഴിയുമ്പം ജീവിതത്തിന് വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ, അത് ഉറക്കെ പറഞ്ഞതോ പതുക്കെ പറഞ്ഞതല്ല വിഷയം. ചിലപ്പം പതുക്കെ ആയിരിക്കും പറയുന്നത്. അത് പതുക്കെയാണെങ്കിലും ഉറക്കെയാണെങ്കിലും വചനമല്ലേ. ആ വചനം അകത്ത് ക്രിയ ചെയ്ത് പിറ്റേ ദിവസം ജീവിതത്തിൽ മാറ്റം വരുന്നുണ്ടെങ്കിൽ യോഗം വിജയിച്ചു. സ്തോത്രം. ഇന്ന് നാളെ നടക്കുന്ന യോഗം അങ്ങനെ വിജയിക്കണം. വലിയ പ്രകടനവും ബഹളവും ഒന്നും നടന്നില്ലെങ്കിലും, ശാന്തമായിട്ടായിരിക്കുന്നെങ്കിലും ജീവിതത്തിൽ വ്യത്യാസം വന്നാൽ, എന്റെയും നിങ്ങളുടെയും സ്വഭാവത്തിന് വ്യത്യാസം വന്നാൽ, നമ്മുടെ പ്രകൃതികൾക്ക് മാറ്റം വന്നാൽ ഈ യോഗം വിജയമാണ്. ഈ യോഗം അതിനെ ഒതകട്ടെ. എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഒരു നിമിഷം ഒന്ന് സമർപ്പിച്ച കർത്താവേ, ഒരു സമർപ്പണത്തോടെ നമുക്ക് അങ്ങ് പിരിക്കാം. മുറ്റുഞാൻ താരും നീതാ ഭൂനിക്ഷേപം മുഴുവൻ ദേഹം ദേഹി. എഴുന്നേറ്റ് നിൽക്കേണ്ടവർക്ക് എഴുന്നേറ്റ് നിൽക്കാം. മുറ്റും ഞാൻ താരും നീതാ ഭൂനിക്ഷേപം മുഴുവൻ ദേഹം ദേഹി സമസ്തം എന്നേക്കും നിന്റേതു ദേഹം ദേഹി സമസ്തം എന്നേക്കും നിന്റേതു ശരണം എൻ കർത്താവേ.